സഫീർ മൂർത്തി സാർ ഞങ്ങളെ ആർസിഎമ്മിലേക്ക് കൊണ്ടുവന്നത്. 2.5 വർഷത്തോളം ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയേയില്ല. കാരണം വലിയ താല്പര്യമുണ്ട്. വലിയതെന്നല്ല, തീരെ താല്പര്യമില്ലായിരുന്നു. 2.5 വർഷം പക്ഷേ മൂർത്തി സാർ വിടാതെ നമ്മളെ പിന്തുടർന്ന് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്നവരെ മൂർത്തി സാർ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. 2.5 വർഷം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ ഇന്നത്തെ ഇന്നൊരു അതായത് സാധാരണ നമ്മള് ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം കുറച്ച് പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ വേണ്ടെങ്കിൽ വേണ്ട, അവർക്ക് വേണമെങ്കിൽ വരട്ടെ, ഗുണമുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് അത് ഞങ്ങളും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൂർത്തി സാറ് വിടാതെ തന്നെ നമ്മളെ 2.5 വർഷം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആർസിഎമ്മിലേക്ക് കടന്നു വന്നത്. ഇന്ന് ആർസിഎമ്മിലൂടെ ആർസിഎമ്മിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ ഗുണങ്ങളും, പ്രോഡക്റ്റിന്റെ ഗുണങ്ങളും ഒക്കെ അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ ആർസിഎമ്മിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിന്റെ ഗുണങ്ങള്, ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ട് കൂടിയാണ് നമ്മൾ പ്രോഡക്റ്റിനെ വിശ്വസിക്കാൻ തയ്യാറായത്. ഇന്ന് നമ്മൾ 100% പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആർസിഎമ്മിലൂടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളെ മീൻസ് നമ്മളോട് മറുത്ത് തന്നെ പറയും. ഇന്നലെ തന്നെ ഒരു അനുഭവം ഉണ്ടായത്, ഒരാള് എന്റെ ഒരു ഡൗൺലൈൻ ഇങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിന് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാ കൊടുക്കുന്നത്? ഇതൊക്കെ ഓരോരുത്തർ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇത് സീക്രട്ട് ആയിട്ട് വെക്കണ്ടല്ലേ, ഇത് എന്തിനാ കൊടുക്കുന്നത്? ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് എന്ത് കമ്പനിയാ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആൾക്കാർക്ക് സംശയം ഇപ്പോഴും ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ അത് കാര്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വീണ്ടും അവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയും ഡീറ്റെയിൽസ് അവർ കൊടുക്കാൻ തയ്യാറല്ല കമ്പനിക്ക് ഐഡിയ എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഐഡിയ എടുക്കണമെങ്കിൽ നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആർസിഎമ്മില് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചവർക്ക് തീർച്ചയായിട്ടും അറിയാം, ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് അല്ലെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് നമ്മൾക്ക് നമ്മുടെ കമ്പനി തരുന്നത്, അല്ലെങ്കിൽ TCG നമുക്ക് തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഒരു തവണ ഉപയോഗിച്ചവർക്ക് ഒരിക്കലും നമ്മുടെ ഒരു പ്രോഡക്റ്റിനെയും മറുത്ത് പറയാനോ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയില്ല, ആരും പറയില്ല. നമ്മളൊക്കെ തുടക്കകാലത്ത് പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ കൊടുത്തിരുന്നത് തന്നെ, നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തന്നോളൂ, ഞങ്ങൾ ഇത് തിരിച്ചെടുക്കും, പൈസയും തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരാൾ പോലും ഒരു പ്രോഡക്റ്റ് നമുക്ക് തിരിച്ചു തന്നിട്ടില്ല. കാരണം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ചിലർ ചോദിക്കും, ഇതൊക്കെ വാസ്തവമാണോ, അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ്, മായമില്ലാത്ത പ്രോഡക്റ്റ് ഒന്നും കിട്ടാനില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും പലരും സംസാരിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മുടെ കമ്പനിക്ക് പരസ്യമില്ലല്ലോ. അപ്പൊ ഈ അടുത്തിടെ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പം ആള് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്, ഇതൊന്നും സത്യമാണെന്ന് തോന്നുന്നില്ല. കാരണം പലപ്പോഴും വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊക്കെ നമ്മൾ സാധാരണ മേടിക്കുന്ന പ്രോഡക്റ്റ് പോലെ നമുക്ക് തോന്നാറുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിപ്പോ കുറച്ച് സാധനങ്ങൾ അല്ലെ പ്രോഡക്റ്റുകൾ കൊണ്ടുതന്ന സാർ ഉപയോഗിച്ച് നോക്കുവോ? അതിനെന്താ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 1200 രൂപയുടെ നമ്മുടെ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റുകൾ ഒരു കവറിലാക്കി ഡോക്ടർ കൊണ്ട് കൊടുത്തു. ഉപയോഗിച്ച് നോക്കിയിട്ട് വിളിച്ചു പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പരും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഒരു ആർസിഎമ്മിലേക്ക് ഒരു മെമ്പറായിട്ട് കൊണ്ടുവരാൻ എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് അദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹത്തിന് വീണ്ടും പോയി വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കിയാലേ ആൾക്കറിയാൻ പറ്റുള്ളൂ. അപ്പം പൊതുവേ നമ്മൾ ഓർഗാനിക്, മായമില്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം അതാണ്. പക്ഷെ ഒരിക്കലും അല്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പ്രോഡക്റ്റുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. 100% പ്രോഡക്റ്റുകളിലേക്ക് അവരെ എത്തിക്കുക. പലപ്പോഴും നമ്മളും ആർസിഎമ്മിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെ ആർസിഎമ്മിൽ ഞാൻ ആർസിഎമ്മിലാണെന്ന് പറയുന്നവർ 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ തന്നെ ഇപ്പൊ എന്റെയൊക്കെ തന്നെ ടീമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. രണ്ടാമത് നമ്മൾക്ക് മറ്റുള്ളവരിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കണം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ സെയിലാണ്. അതായത് സെയിലിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം നമ്മൾ. ഇതൊക്കെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇത്രയും ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല, പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നില്ല, പറഞ്ഞു തരാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല, വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ അധികം കാണിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഇത്രയും ഒരു 2025 ആയപ്പോഴത്തേക്കും നമുക്ക് 5000-ന് മേലെ പ്രോഡക്റ്റുകളുണ്ട്, ഷോപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരാള്
നമ്മളോട് ചോദിക്കുകയാണ് എന്തൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ വാഗുകൊണ്ട് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് ആയിക്കഴിഞ്ഞു. ഇപ്പോഴൊക്കെ എന്നോടൊക്കെ ഒരാൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെ അത് ഞാൻ ചോദിക്കുക, ഈ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളല്ല നമ്മുടെ കമ്പനിക്കുള്ളത്, അല്ലെ നമുക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അപ്പൊ RCMലേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ ഇന്ന് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം പക്ഷെ നമ്മുടെ ഒരു മടി ഒന്ന് നമ്മൾ മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കാനും അതിലൂടെ അവർക്കൊരു നല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ആരോഗ്യത്തോടുകൂടി ഇരിക്കാനുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കാനും അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും അതിലൂടെ നമുക്കൊരു വരുമാനം നേടാനും നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ഇതിനെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് നമ്മുടെ ലീഡേഴ്സ്, സീനിയർ ലീഡേഴ്സ് മുതൽ, അതായത് നമുക്ക് കേരളത്തിലേക്ക് RCM കൊണ്ടുവന്ന ഗോകുമാർ സാർ മുതൽ സുജി സാർ, മൂർത്തി സാർ, ഓരോരുത്തരെ എടുത്തു പറയണ്ട, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരും നമ്മുടെ ചുറ്റുമുണ്ട്. ഒരാളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാല് ഏതൊരു ലീഡറെ വിളിച്ചു പറഞ്ഞാലും സംസാരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് എല്ലാം നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് 300 പേരായിട്ടുണ്ട്. അപ്പം വേഗം നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഒന്ന് കോൾ ചെയ്യുക. ഞാൻ നേഹ മാഡത്തിനെ ക്ഷണിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങളൊന്ന് വേഗം, ഞാൻ നിങ്ങളൊന്ന് കൂടുതൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാം. എപ്പോഴും മൂർത്തി സാർ പറയാറുണ്ട്, നമ്മൾ മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നോക്കണമെന്നില്ല, നിർബന്ധമില്ല. നോക്കണമെന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടു പോകുന്നതായിരിക്കും, ചിലപ്പോൾ ടൈം കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് കാണുന്നത്. അപ്പൊ നമ്മളൊന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ടീമിലുള്ള പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഓർക്കാൻ ഒരു സൗകര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഒക്കെ ഒന്ന് വിളിക്കുക. പുതിയതായിട്ട് ആരെങ്കിലും വിളിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് വിളിച്ച് ലിങ്ക് ഇട്ട് കൊടുക്കുക. അവർ കയറട്ടെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഫേഷ്യലൊക്കെ ഈ സുന്ദരിമണികളാവാം, സുന്ദരന്മാരൊക്കെ ആവാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും വെള്ളവും ടവലും ബൗളും എല്ലാം ഉണ്ടെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് നേഹ മാഡത്തിനെ വിളിക്കാറാവുന്നു. നമുക്ക് തുടക്കം എത്ര പേരെ, 327 പേരായി. കുറച്ച് പേരും കൂടെ നമുക്കറിയാലോ, 1000 പേർക്ക് കയറാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കേരള റോസസ് ആണ്, അല്ലെ, ഓൾ കേരള പ്ലാറ്റ്ഫോമാണ്. കേരളത്തിലുള്ള മുഴുവൻ ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് ഇനിയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീടുകളിൽ ഇരിക്കുന്നവരും നമ്മുടെ ഷോപ്പുകളിൽ ഇരിക്കുന്നവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി കൂട്ടത്തിൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കിയിരിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ വിളിക്കുക. ഒരിക്കൽ കൂടി ഒന്ന് വേഗം വിളിക്കുക, ആൾക്കാരെ എത്തിക്കോട്ടെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും RCMനെ സ്നേഹിക്കുന്നവരാണ്, പ്രോഡക്റ്റിനെ സ്നേഹിക്കുന്നവരാണ്. എന്റെ പ്രോഡക്റ്റ്, അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്നത് എന്റെ പ്രോഡക്റ്റ്, എന്റെ കമ്പനി, എന്റെ TCG, എന്റെ ലീഡർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെ പറയുന്നതിനൊക്കെ ആണെങ്കിലും ആ ഒരു പറയുന്നതിന് തന്നെ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ മനസ്സിൽ തട്ടിയാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ അപ്ലയൻസിനെ, അല്ലെ, നമ്മളെ RCM കൊണ്ടുവന്നവരെ നമ്മൾ മാനിക്കണം. പിന്നെ TCG എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ടെക്നിക്കൽ അച്ചീവേഴ്സ് രാജസ്ഥാനിൽ പോയിട്ട് തിരിച്ചു പോയി വന്നവര് എല്ലാവരും പറഞ്ഞ ഒരേപോലെ പറഞ്ഞ ഒരു കാര്യം, TCG അവിടെ പറഞ്ഞത്, ഞങ്ങളൊക്കെ വിചാരിച്ചത് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പറയാനാണ് വിളിച്ചു വരുത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പം അദ്ദേഹം കൂടുതൽ പറഞ്ഞത് ഒരു നല്ല മനുഷ്യനാകുക എന്ന് മാത്രമേ പറഞ്ഞത്. കാരണം ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. TCG എങ്ങനെയാണോ അങ്ങനെ. കാരണം TCG പറയുന്നത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റുകൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ടീമിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാവുള്ളൂ. അപ്പം TCG എന്താണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമുക്ക് പകർന്നു തരുന്നു. നമ്മൾ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ടീം മെമ്പേഴ്സിന് പകർന്നു കൊടുക്കുന്നു, പുതിയ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പൊ ഇതിനെല്ലാം മേലെ നമ്മളൊരു നല്ല മനുഷ്യനായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കുറവുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും വരാം. ചിലപ്പം അറിയാതെ തെറ്റിദ്ധാരണകളുണ്ട്, ഉള്ള പിണക്കങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ എല്ലാം സ്വാഭാവികമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരോടും ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നല്ല മനുഷ്യനായിരിക്കണമെങ്കിൽ കുറച്ച് പാടാം, അത് അത്ര ഈസി ഒന്നും അല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും നല്ല ക്ഷമ വേണം നമുക്ക്. ഒരു നല്ല മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. നമ്മൾ നല്ല രീതിയിൽ ആൾക്കാരോട് ഇടപെടാൻ പഠിക്കണം. ഇതൊക്കെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം പാലിക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് കുറച്ച് പാടുള്ള കാര്യമാണ്. നമുക്ക് ബുക്കുകളൊക്കെ വായിക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സമയം വേണം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് നേഹ മാഡത്തിനെ വിളിക്കാനുള്ള സമയമാവുന്നു. ഞാനപ്പോ എല്ലാ ലീഡേഴ്സിനെയും ഒന്ന് വെൽക്കം ചെയ്യാണ്. ഇപ്പൊ TCGയെ ഓർക്കുന്നു, നമ്മുടെ കീസോളിന്റെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക മാഡത്തിനെ ഓർക്കുന്നു. കുടുംബമായിട്ട് TCG കുടുംബമായിട്ട് ഈ സമയം ഓർക്കുകയാണ്. നമുക്ക് ഇത്രയും നല്ലൊരു പ്രസ്ഥാനം നമുക്ക് തന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നതിന്. പിന്നെ നമുക്ക് കേരളത്തിലേക്ക് നമുക്ക് RCM എന്ന ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന നമ്മുടെ റൂബി ഗോകുമാർ സാർ ആൻഡ് ഷൈബ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മെന്ററായ സാഫിർ മൂർത്തി സാർ ആൻഡ് അഖില മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് മറ്റൊരു കോർ ലീഡറായ സ്റ്റാർ റൂബി സുജിസാർ ആൻഡ് ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. പിന്നെ നമുക്ക് റൈസിംഗ് കോർ ലീഡേഴ്സ് ഉണ്ട്. എല്ലാ റൈസിംഗ് കോർ ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ റൂബിമാർ ആൻഡ് ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു. എമറാഡ് ആൻഡ് ഫാമിലി, എല്ലാ സ്റ്റാർ എമറാഡ് ആൻഡ് ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ടെക്നിക്കൽ അച്ചീവേഴ്സ്, റോയൽറ്റി അച്ചീവേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഫാമിലി ആയിട്ട്. പിന്നെ സ്റ്റാർ പിൻ അച്ചീവേഴ്സ് ഉണ്ട്. അവരെല്ലാവരെയും നമ്മൾ കുടുംബമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആരെങ്കിലും ഇന്ന് പുതിയതായിട്ട് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കയറിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സ്നേഹത്തോടു കൂടി വലിയൊരു കൈയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർക്ക് ഇന്നൊരു സ്പെഷ്യൽ, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ആണ് ഇന്ന്. അപ്പൊ അവരെ നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഹോളിലൊക്കെയാണ് നമ്മൾ കൈയടിച്ചൊക്കെയാണ് അവരെ സ്വീകരിക്കുക. അതേപോലെ തന്നെ അവരെ സ്വീകരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഈ 425 പേരെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട, അല്ലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നേഹ മാഡത്തിനെ, അല്ലെ കിസോളിന്റെ നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനറാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അല്ലെ നേഹ മാഡത്തിന്റെ. എന്താ പറയാ, ഞാനൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും അത്രയും സ്നേഹത്തോടു കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നേഹ മാഡം. അപ്പൊ ഞാനും അതുപോലെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് വലിയൊരു കയ്യടിയോടുകൂടി പൂമാലയും പൂച്ചെണ്ടും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നേഹ മാഡത്തെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം നേഹ മാഡം. താങ്ക് യു ജെമിനി മാം. എല്ലാവർക്കും നമസ്കാരം. JRCM, ഗുഡ് RCM, ജെക്കി സോൾ. ഒരുപാട് സന്തോഷം. പറയണതിന് മുമ്പ് വീഡിയോ ഓൺ ചെയ്ത് കുറേ പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയും കുറേ പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. യെസ്. എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്നും എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എടുത്തു വെക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാലങ്ങളായിട്ട് ഈ ഒരു സംഭവം വീട്ടിലിരിക്കുക. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ, ആർക്കാ കൊടുക്കേണ്ടത്, ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആകെ ധാരണയില്ലാണ്ടിരിക്കുക. സന്തോഷം തോന്നിയത് സ്ത്രീകൾ മാത്രമല്ല, ഫസ്റ്റ് പേജിൽ തന്നെ പുരുഷന്മാരും വീഡിയോ ഓൺ ആക്കിയിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒപ്പം തന്നെ ഫേഷ്യൽ ചെയ്യാനാണെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും സ്ത്രീകൾക്ക് മാത്രമല്ല, അങ്ങനെ ഇപ്പൊ അവർക്ക് മാത്രം വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾക്ക് സുന്ദരന്മാരായാലും എന്താ കുഴപ്പം എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ കയ്യിലില്ലാത്തവർ എടുത്തു വെച്ചോളൂ. അപ്പോൾ വെൽക്കം ചെയ്ത എല്ലാവർക്കും താങ്ക് യു. തമിഴ്നാട്ടിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട് ആളുകൾ. അപ്പൊ അവർക്കും വെൽക്കം. കുറേശ്ശെ ആണെങ്കിലും മലയാളം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് മലയാളം മനസ്സിലായില്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ചിരിക്കാൻ മറക്കരുത്. ഇപ്പോഴും തവടെണ്ണയാണല്ലോ ഇന്ന് കുടിച്ചേക്കണേ, അല്ലേ? അവിടേക്കാണ് ഇന്ന് മാറി കുടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിരിക്കണം. സൗന്ദര്യം മാത്രം പോരല്ലോ, ന്യൂട്രി ചാർജ് കഴിച്ച് ആരോഗ്യം കിട്ടുന്നു, കിസോളിലൂടെ സൗന്ദര്യം കിട്ടുന്നു, അതിന്റെ ഒപ്പം ചിരിയും കൂടി ഇല്ലാന്ന് വെച്ചാൽ സൗന്ദര്യത്തിന് അർത്ഥമില്ലല്ലോ. അപ്പൊ നല്ല പത്തര മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിരി അത്യാവശ്യം. അപ്പൊ എന്തൊക്കെ കയ്യിൽ വേണം? ഈ ഫേഷ്യൽ കിറ്റ് കയ്യിൽ വേണം. ഒരു ബൗള് വേണം. ഇതേപോലെ ഒരു ബൗള്. ഈ ബൗള് തന്നെ വേണം എന്നില്ല. ചില്ലിന്റെയോ ഏതെങ്കിലും പാത്രം. നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ആരും അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, നോക്കാൻ പോകുന്നില്ല. വെള്ളം നിറച്ചു വെക്കുക. ടവല്, തുടയ്ക്കാനുള്ള ടവല് അല്ല, കഴുത്തിലിടണമെങ്കിൽ ആവാം. വീട്ടിലായതുകൊണ്ട് അത് മാറാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. തുടയ്ക്കാനായിട്ട് ഒരു ടവല്, അതേപോലെ ഇങ്ങനത്തെ ടിഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് പഴയ നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈപ്സ്, അത് കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്. അപ്പൊ ഇതും ഐഡിയ ആണ്, ടിപ്പാണ് എന്ന് വെച്ചിട്ട് അതിനുവേണ്ടി ഉണക്കണ്ട കേട്ടോ. മേക്കപ്പ് റിമൂവർ വൈപ്സ് ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ്, ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കൊറിയൻ ഫോർമുലയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. അത് ഇതിനു വേണ്ടിയിട്ടും ഷൂ പോളിഷ് ചെയ്യാനും എടുത്തു വെക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്, ഡ്രൈ ആയിട്ട് ആരുടെങ്കിലും കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കഴുകി ഉണക്കി എടുത്തു വെച്ചാൽ കീറാത്തോണ്ട് തന്നെ നമുക്ക് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ.
അപ്പൊ ടിഷ്യൂ ടവലൊക്കെ കയ്യിലെടുത്ത് വെക്കുക, ഈ പ്രോഡക്ട്സ് കയ്യിലെടുത്ത് വെക്കുക, റെഡി ആവുക. ആദ്യം തന്നെ എന്താണ് ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇതെന്താ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കീസോൾ എന്നാൽ ആത്മാവിന്റെ താക്കോല. RCM എന്ന വലിയൊരു ബ്രാൻഡിന്റെ, വലിയൊരു കമ്പനിയുടെ, വലിയൊരു ബ്രാൻഡിന്റെ ചെറിയൊരു സെഗ്മെന്റ് ആണ് കീസോൾ. കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിനെ ബേസ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതിലുള്ള എല്ലാ പ്രോഡക്ട്സും സ്ത്രീകൾക്കുള്ളത് മാത്രമല്ല, ഈ പറയുന്ന സ്കിൻ കെയറും പേഴ്സണൽ കെയറും കോസ്മെറ്റിക്സിലൊക്കെ ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ വേണ്ട. ഈ ചെപ്പ് കിട്ടിയ അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്, എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ടുള്ളവരാവണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത നമുക്ക് കൂടുതലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ പാർലറിൽ പോകുന്നതും ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ. ഈ ഇരിക്കുന്നവരിൽ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് അറിയില്ല. മാസം മാസം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് മുഖത്തുള്ള ടാൻ, ആ ഒരു പാടുകൾ മാറാനും പിഗ്മെന്റേഷൻ മാറാനും മുഖം നിറം വെക്കാനും ചുളിവുകൾ കുറയാനും പ്രായം കുറവ് തോന്നിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പാർലറിൽ മാസം മാസം പോയി വരുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താ അറിയോ? പ്രായം കുറവ് തോന്നിക്കുന്നതിന് പകരം അതേ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് പ്രായം കൂടുതൽ തോന്നും, ചുളിവുകൾ വന്നു തുടങ്ങും. അതിനനുസരിച്ച് നമ്മൾ കാശ് മുടക്കി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പ്രശ്നമില്ല, അല്ല എങ്കിൽ പ്രായം കൂടുതൽ തോന്നും. അപ്പോ നന്നായി നോക്കിക്കോളൂ. യൂട്യൂബിലൊക്കെ വരാൻ പോകുന്നതാണ്. എന്റെ മുഖം കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇനി ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കുക നിവർത്തിയുള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. മേക്കപ്പ് ഇല്ലാണ്ട് മുഖം തുടച്ച് കഴുകി കാണുന്നതാണ്. ഇനി മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടില്ല എന്ന് പറയരുത്. ഫോണല്ല, ലാപ്ടോപ്പ്, അതുകൊണ്ട് ഫിൽറ്റർ ഇടാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഫിൽറ്റർ ഇടായിരുന്നു, കുറച്ചെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചൊമ്പിച്ചൊക്കെ കാണിക്കായിരുന്നു. ഇതിപ്പോ അത് നിവർത്തിയില്ല. അപ്പൊ എന്റെ മുഖം എങ്ങനെയാണ്? ഇത്രയും കാലങ്ങളായിട്ട് ജെമിനി മാം എന്നെ ആദ്യമേ തൊട്ട് വർഷങ്ങളായിട്ട് അറിയുന്നതാ. ട്രെയിനർ എന്നുള്ളതിൽ ടി പോലും പറയുന്നതിന് മുമ്പ് അറിയുന്നതാ. ജെമിനി മാമിനോട് ചോദിക്കുക, ഇത്രയും കാലം കണ്ടിട്ട് ട്രെയിനർ ആയേ പിന്നെ കീസോളിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്റെ മുഖവും സ്കിന്നൊക്കെ മോശമാവുകയാണോ ചെയ്തത്? അവര് ആദ്യമേ തൊട്ട് കാണുന്നതായിരുന്നു. നല്ല ഉറക്ക പറഞ്ഞ കാരണം ഇന്ന് ഞാൻ നല്ല സുഖമായി കുളിർമയോട് കൂടിയിട്ട് ഉറങ്ങും. അപ്പൊ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അതാ. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ മുഖം മോശമാവുന്നതിന് പകരം നമുക്ക് തിളക്കവും ആ ഒരു പറയുന്ന ഗ്ലോ ഒക്കെ നമുക്ക് മുഖത്ത് കൂടിക്കൂടി വരും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഫേഷ്യൽ കിറ്റിനെ കുറിച്ച് മാത്രമാണ്. ഈ ഫേഷ്യൽ കിറ്റ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് വേണ്ടി യൂസ് ചെയ്താലും വേറൊരു കസ്റ്റമറിന് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതയാണ്. ഈ ചെപ്പ് എടുക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമായിരിക്കും ഒരു പാക്കറ്റ്. അതിന്റെ മുന്നിൽ തന്നെ എന്താ എഴുതിയേക്കണേ നോക്കൂ. ഒരാൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കണ്ണിൽ പെടുന്ന ഒരു കാര്യം അതിൽ എഴുതിയിരിക്കുന്നതാണ് അല്ലെ? ഫേഷ്യൽ കിറ്റിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് എഴുതിയേക്കുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ 100ഓളം പല തരത്തിലുള്ള സ്കിൻ ടൈപ്പിൽ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫേഷ്യൽ കിറ്റ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ, ബെസ്റ്റ് ഓഫ് നേച്ചർ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആണ്. യാതൊരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഇല്ല. ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക് കണ്ടന്റ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതോ ഇതിൽ എന്തെങ്കിലും അംശങ്ങളോ മൃഗങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഒരു കിറ്റ് എന്താണെന്നുള്ളത് അറിയാനായിട്ട്. ഇനി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഫേഷ്യലിലേക്ക് കിടക്കാൻ. കാരണം കുറച്ച് സമയം വേണം നമുക്ക് ഫേഷ്യലിന്. ഒരു 45 മിനിറ്റ് സമാധാനത്തോട് കൂടിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട്, റെഡി ആയിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ആദ്യമേ തൊട്ട് 45 മിനിറ്റ് പറയുകയാണ്. പുറത്തോടി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ എന്താണ് ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്ന ആ സമയം കൊണ്ട് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. കീസോൾ എന്ന സെഗ്മെന്റിൽ 4 കാറ്റഗറീസ് ആണ്. ഹൈജീൻ, ലോഞ്ചറി, അതായത് സ്ത്രീകളുടെ ഇന്നർ വെയർസ്, പേഴ്സണൽ കെയർ, വ്യോമിനി കെയറിൽ വരുന്ന പേഴ്സണൽ കെയർ, കോസ്മെറ്റിക്സ്. ഈ 4 കാറ്റഗറിയിൽ വ്യോമിനി എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫേഷ്യൽ കിറ്റ്. ഈ ഒറ്റ ഫേഷ്യൽ കിറ്റ് മാത്രം മതി ഒരു മാസം വീട്ടിലിരുന്നു കൊണ്ട് മിനിമം ഒരു 20,000 മുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ എന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ വീഡിയോ ഓൺ ആക്കാത്തവരൊക്കെ വീഡിയോ ഓൺ ആക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഓൺ ആക്കി വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് എന്താണ് ഫേഷ്യൽ കിറ്റ് എന്ന് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പൊ ഞാൻ PPT ജസ്റ്റ് പ്രസന്റ് ചെയ്യാണ്. ജസ്റ്റ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ,
നമ്മൾ പാക്കറ്റിന്റെ കാര്യം പറഞ്ഞു, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? മുഖത്തുള്ള പാടുകൾ മാറി, മുഖത്തിന് ചെറുപ്പം, മുഖത്തിന് തിളക്കം കൊടുത്ത്, ഈ പ്രായം തോന്നിക്കുന്ന ആ ലൈനുകളൊക്കെ ഉള്ളത് മാറി, ഡാർക്ക് സർക്കിൾസ് മാറി, സ്കിന്നിന് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് മുഖത്തുള്ള ചെളിയും ഓരോ സുഷിരങ്ങളിൽ നിന്നുമുള്ള ചെളിയും ഓയിലൊക്കെ കളഞ്ഞ് സ്കിന്നിന് നല്ല രീതിയിലേക്ക് ഗ്ലോ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന മുഖമല്ലാതെ നാളെ കണ്ണാടിയിൽ കാണുമ്പോൾ ഈശ്വര ഇതാരും ഐശ്വര്യ റായ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താനല്ല, നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ആവേണ്ടത് അതേ രീതിയിലേക്ക് പതുക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യുന്നത്. 45 മിനിറ്റ് ആണ്. പിശുക്കണ്ട, നമ്മുടെ മുഖത്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു കിറ്റ് ഒരാൾക്കാണ്. ആദ്യത്തെ ക്ലെൻസിങ് വൈപ്സ് ആണ്. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാനാണ് പോകുന്നത് ക്ലെൻസിങ് വൈപ്സ് വെച്ചിട്ട്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ഓയിൽ, ഗ്ലിസറിൻ, അതേപോലെ അലോവേര എക്സ്ട്രാക്ട്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ അവണക്കെണ്ണയാണ്. ഞാൻ കുറച്ചു നേരത്തെ ചോദിച്ചോളൂ അല്ലെ, അവണക്കെണ്ണ കുടിച്ചിട്ടാണോ വന്നേക്കണേ എന്നുള്ളത്. തവിടെണ്ണയാണല്ലോ കുടിച്ചേക്കണേ അല്ലെ. അവണക്കെണ്ണയുടെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ തവിടെണ്ണ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ ഓർഗൻസിൽ പറ്റിപ്പിടിച്ചിരിക്കാതെ അത് ഒഴുകി ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ. അതേപോലെ അവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള പോഴ്സ്, സുഷിരങ്ങൾ ക്ലീൻ ആക്കാൻ സഹായിക്കും. അവിടെ പറ്റിപ്പിടിച്ചിരിക്കില്ല, അത് നന്നായി ക്ലീൻ ആയി പോകാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഈ വൈപ്സ് വെച്ച് നമ്മൾ തുടയ്ക്കുമ്പോൾ ക്ലീൻ ആവുന്നു. വൈറ്റമിൻ ഇ സ്കിന്നിന് വേണ്ട എല്ലാ മോയ്സ്ചറും കൊടുത്ത് സ്കിന്നിനെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന അലോവേര നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നു. ഗ്ലിസറിൻ തിളക്കം കൊണ്ടിരുന്നു. അപ്പൊ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം. പാരബൻ ഇല്ല, സോപ്പ് ഇല്ല, സിലിക്കോൺ ഇല്ല, മിനറൽ ഓയിലോ ആൽക്കഹോളോ ഒന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലെൻസറും ഒരു ക്ലീനിങ് വൈപ്സും ആൽക്കഹോൾ ഇല്ലാതെ ഉണ്ടാക്കുന്നത് വളരെ റെയർ. അത്രയും റേറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ക്ലെൻസിങ് വൈപ്സിന്. ഇവിടെ നമ്മുടെ ക്ലെൻസിങ് വൈപ്സിൽ ആൽക്കഹോൾ ഇല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. സ്ക്രബ്, നമ്മുടെ വ്യോമിനി മുരിങ്ങ സ്ക്രബ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ക്രബിലുള്ള ഇൻഗ്രീഡിയൻസ് ഹണി, മുരിങ്ങ എക്സ്ട്രാക്ട്, പാല്, അതേപോലെ തന്നെ 100% നാച്ചുറൽ എക്സ്ഫോലിയൻസ് ആണ് എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നും കൂടി മനസ്സിലാക്കിക്കോളൂ. പാർലറിൽ പോകുന്ന സമയത്ത്, കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത്, തൊട്ട് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും, ജെല്ല് പോലെയാന്നുള്ളത്. അവർ യൂസ് ചെയ്യുന്ന സ്ക്രബ് ആർട്ടിഫിഷ്യൽ എക്സ്ഫോലിയൻസ് ആണ്, വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തതാണ്. ആ വെള്ളം ചെന്ന് ചേരുന്ന പുഴകളിലുള്ള ജീവജന്തുക്കൾ ചത്തൊടിയുന്നു. നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻസ് ആണ്, അതായത് ഇലകളിൽ നിന്നും എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ദോഷമില്ല, പ്രകൃതിക്ക് ദോഷമില്ല. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് ജീവജന്തുക്കൾക്കും പ്രശ്നങ്ങളില്ല. സ്കിന്നിലുള്ള ഡേർട്സ്, ചെളി, അതേപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നു. നമുക്ക് സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നു. സ്കിൻ നല്ല പഴയതുപോലെ നന്നായിട്ട് തിളങ്ങി പുറത്തേക്ക് വരുന്നു, പുതിയ സ്കിന്നിലേക്ക് എത്തുന്നു. അടുത്തതാണ് ആക്ടിവേഷൻ ജെല്ല്. ആക്ടിവേഷൻ ജെല്ല് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയോളൂ. നമ്മൾ എന്തായാലും ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കും. തുളസി, നിയാസൈനമൈഡ്, ഹ്യാലുറോണിക് ആസിഡ്, വൈറ്റമിൻ സി, എലൻടോയിൻ, ക്ലവ് എക്സ്ട്രാക്ട്, നീം എക്സ്ട്രാക്ട്, മുരിങ്ക എക്സ്ട്രാക്ട്, ബ്യൂപ്ലെക്സ് VH. ഇന്നത്തെ ദിവസം തീരില്ല ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ. ബ്യൂപ്ലെക്സ് VH എന്ന് പറഞ്ഞാൽ മൾട്ടി വൈറ്റമിൻസ്, വൈറ്റമിൻ B1, B2, B3, B12 എന്ന് പറഞ്ഞ് നിരന്ന് കിടക്കുന്ന വൈറ്റമിൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരൊറ്റ സ്റ്റെപ്പിലുണ്ട്. മസാജ് ക്രീമിലുള്ള സ്റ്റെപ്പുകൾ നോക്കുള്ളൂ. പപ്പായ, നമ്മളൊരു പപ്പായ ഫേഷ്യലിന് കൊടുക്കണം, 250ന്റെ കിറ്റ് വാങ്ങണം പപ്പായക്ക് മാത്രം. ഇവിടെ ഇൻഗ്രീഡിയൻസ് എത്രയാ നോക്കൂ. ആലോവേര, മുരിങ്ങ, തുളസി, പിയോണിയ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഒരു പൂവാണ്. കൊറിയൻ എന്താ പറയുക, സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന, പൂക്കളുടെ രാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പൂവാണ് പിയോണിയ. ഇപ്പൊ ഇവിടെയും വന്നു തുടങ്ങിയിട്ടുണ്ട്. നിയാസൈനമൈഡ്, ബ്യൂപ്ലെക്സ് VH, കോക്കനട്ട് ഓയിൽ, സ്കിന്നിന് നല്ല തിളക്കവും ഭംഗിയും കൊടുക്കുന്ന, ആവശ്യത്തിനുള്ള ഫാറ്റി ആസിഡ്സ് കൊടുക്കുന്നതാണ്. ഫേസ് മാസ്ക് ആണ് 5ാമത്തെ സ്റ്റെപ്പ്. ഫേസ് മാസ്കിലുള്ളത് മുരിങ്ങ, അലോവേര, തുളസി, പപ്പായ, നിയാസൈനമൈഡ്, ടേർമറിക്, മഞ്ഞള്, അതേപോലെ വൈറ്റമിൻ സി, കയോലിൻ ക്ലേ, എലൻടോയിൻ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് 6ാമത് നമ്മൾ സൺസ്ക്രീനോട് കൂടിയിട്ട് നമ്മുടെ ഫേഷ്യൽ കിറ്റ് അവസാനിക്കുന്നത്. പടപടയെന്ന് പറഞ്ഞു പോയില്ലേ. ചേട്ടാ ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയെടുക്കാനും പറ്റിയില്ല, നോട്ട് ചെയ്യാനും പറ്റിയില്ല. ഇരിക്കുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുന്നവരാണോ എല്ലാവരും? ആണല്ലോ അല്ലെ? നല്ല കാഴ്ചശക്തി ഉണ്ടല്ലോ അല്ലെ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇൻഗ്രീഡിയൻസ് കേട്ടോ. കുരുകുരുന്നനെ എഴുതിയേക്കണ കാരണമാണ് വ്യൂ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യുക, സൈഡിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വായിച്ച് പഠിച്ചോളൂ. അല്ല എങ്കിൽ കീസോൾ കേരള എന്നുള്ള ചാനലിൽ ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും ഫേഷ്യൽ കിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് വീഡിയോ കൊടുക്കുന്നുണ്ട്, കേട്ട് പഠിക്കാം. ഓക്കെ, പറഞ്ഞു വന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയത് ഓരോ സ്റ്റെപ്പ്. ഞാൻ പ്രിയങ്ക മാമിനോട് ചോദിച്ചു, കാരണം നമ്മൾ ഫേഷ്യൽ ചെയ്യാറുള്ള കാരണം ഞാൻ VLCC കിറ്റൊക്കെ വാങ്ങലുണ്ട് പുറത്തുനിന്ന്. അതായത് കിറ്റ് വാങ്ങും ഫേഷ്യലിന്റെ, പോയി ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടും, ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ മിനിമം 500, നല്ല ഫേഷ്യൽ ചെയ്യണമെങ്കിൽ 1500 രൂപയൊക്കെ കൊടുക്കേണ്ട കാരണം ചുമ്മാ വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഒരു പപ്പായ ഫേഷ്യലിന് കൊടുക്കണം ഇത്രയും, ഇതിനേക്കാൾ റേറ്റ് ഒരു കിറ്റിന്. ഇവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഞാൻ ഈ കിറ്റ് കയ്യിൽ കിട്ടിയ വഴിക്ക് നോക്കിയത് ഇൻഗ്രീഡിയൻസ് ആണ്.
പ്രിയങ്ക മാമിനോട് ചോദിച്ചു എങ്ങനെ എത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ റേറ്റിന്, ഏത് റേറ്റിന്, 249 രൂപ MRP. എന്നാ പോലും പുഷ്പം പോലെ ആളുകൾ വാങ്ങും. നമുക്ക് കിട്ടുന്ന റേറ്റ് 149 രൂപ. 150 രൂപയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ സ്കിന്നിലേക്ക് അബ്സർവ് ചെയ്ത് നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സ്കിന്നിലേക്ക് എത്താനായിട്ട് പറ്റും. എങ്ങനെ പറ്റുന്നു? പ്രിയങ്ക മാം പറഞ്ഞത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇൻ ഹൗസ് പ്രോഡക്ട്സ് ആണ്, അവിടെ തന്നെ ഉണ്ടാക്കി അതിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റിനാൽ ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അത് എടുക്കണേന്ന് അറിയൂ? നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത്രയും ക്വാളിറ്റി ഉള്ള, അത്രയും ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടാൻ. എന്നിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് ഇരുന്നിട്ട് ഇന്ന് വരെ നമ്മൾ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി തൊട്ടവര് തന്നെ വന്ന ആ സമയത്ത് ഒരെണ്ണം ഉപയോഗിച്ചതാ, പിന്നെ അങ്ങനെ 45 മിനിറ്റ് ഒന്നും ഇരിക്കാനായിട്ട് പറ്റില്ല. അതിനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യാം? എത്ര പേര് എടുത്തിട്ടുണ്ട് ഫേഷ്യൽ കിറ്റ്? ഒന്ന് കാണിക്കാമോ? സ്ക്രീനിലേക്ക് കാണിക്കാമോ ഫേഷ്യൽ കിറ്റ് കയ്യിലുള്ളവര്? ഓക്കെ. അപ്പോ ഫേഷ്യൽ കിറ്റ് നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ പറയട്ടെ, ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക നമ്മുടെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ. ജെമിനി മാം തൊട്ട് നോക്കണ്ട, ഡ്രൈ സ്കിന്നാണ്. അപ്പൊ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഗംഭീരമായിട്ടുള്ള റിസൾട്ട് ഇത് കഴിഞ്ഞ വഴിക്ക് കിട്ടും. ഓയിലി സ്കിന്നുകാര്, മുഖത്ത് കുരുക്കളൊന്നും ഇല്ലെങ്കിൽ പതുക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. വല്ലാണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് പ്രഷറൈസ് ചെയ്യരുത്, ഉള്ള കുരുക്കൾ മുഖത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരരുത്. നന്നായിട്ട് കുരുക്കളുള്ളവർ ഇന്ന് ഫേഷ്യൽ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുക്കൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് മുരിങ്ങയാണ്. മുരിങ്ങയുടെ പ്രത്യേകത ടോക്സിൻസിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. കണ്ടു പേടിക്കേണ്ടതാണ്, അത് പൊക്കോളും. അപ്പൊ പതുക്കെ ചെയ്യുക. അത്രയും കുരുക്കൾ ഉള്ളത് ഇൻഫെക്ഷൻ വരുമെന്ന് ഉറപ്പുള്ളവർ ഇന്ന് ഫേഷ്യൽ ഇപ്പൊ കൂടെ ചെയ്യേണ്ട, ഗ്ലോ അപ്പ് മാത്രം അടിക്കുക. ക്ലിയർ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ക്ലെൻസിങ് വൈപ്സ്. അതിനേലും മുമ്പ് ടവലിടേണ്ടവർക്ക് ടവലിടാം, ഇത് ബാൻഡ് കെട്ടേണ്ടവർക്ക് ബാൻഡ് കെട്ടാം, തലയിലും മുഖത്തൊന്നും ആവാതിരിക്കാനായിട്ട്. ഓക്കെ, റെഡി ആയിട്ടിരിക്കുക. ഒരു ടവല് കയ്യിൽ തുടയ്ക്കാനായിട്ട്, മുഖം തുടയ്ക്കാനായിട്ട് ഒരു ടവല് കയ്യിൽ എടുക്കുക. അപ്പൊ ആദ്യത്തെ നമ്മൾ ക്ലെൻസിങ് വൈപ്സ് എടുക്കുകയാണ്. ക്ലെൻസിങ് വൈപ്സ് എടുക്കുക. ചിലവരുടെ ഇതിൽ ക്ലെൻസിങ് വൈപ്സ് ആർക്കെങ്കിലും ഇതില് എന്താ പറയാ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് തോന്നുകയാണ്. അതായത് ഈ ചെപ്പിന്റെ ഉള്ളിൽ എക്സ്പയറി ഡേറ്റ് എഴുതിയത് കഴിഞ്ഞു എങ്കിൽ എന്ത് ചെയ്യണം? ആ എക്സ്പയറി ഡേറ്റ് എഴുതിയിരിക്കുന്ന ഉള്ളിലുള്ള എല്ലാ പ്രോഡക്ട്സിന്റെയും അല്ല, ജസ്റ്റ് ഈ വൈപ്സിന്റെ മാത്രമാണ്. അങ്ങനെയുള്ളവര് keysol@rcmworld.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുക. ഇങ്ങനെ ബാക്കി ഇരിക്കുന്നുണ്ട്, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി. അവിടുന്ന് ഈ ഒരു പാക്കറ്റും അതേപോലെ വൈപ്സും അടക്കം നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ വൈപ്സിൽ ഇല്ല എന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്ന് തോന്നുന്ന ആളുകൾ ഗ്ലോ അപ്പ് കയ്യിലുള്ളവർ പെട്ടെന്ന് ഗ്ലോ അപ്പ് എടുത്തോളൂ. എന്നിട്ട് മുഖത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖത്ത് സ്പ്രേ ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ വൈപ്സിൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ, ഈർപ്പം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. നന്നായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ നന്നായിട്ട് ക്ലീൻ ചെയ്തേക്കുക. കണ്ണിന്റെ മുകളിലും കണ്ണിന്റെ താഴെയും മൂക്കിന്റെ സൈഡും എല്ലാം. ഗ്ലോ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് ഡെപ്തിൽ ക്ലീൻ ചെയ്യുന്നതും ക്ലീൻ ആവുന്നതും കാണാനായിട്ട് പറ്റൂ കേട്ടോ. വൈപ്സിൽ ഈർപ്പുണ്ടെങ്കിൽ അത് മാത്രം മതി. ഞാൻ പറഞ്ഞത് വൈപ്സ് നിങ്ങൾ എടുത്തത് ഡ്രൈ ആണെങ്കിൽ ഗ്ലോ അപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എല്ലാവരും കൂടി ചെയ്യുന്നത്, ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ ഇട്ടേക്കണ കാരണം എന്റെ മാത്രമാണ്
ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെല്ലാവരും കൂടി ചെയ്യുന്ന സ്ക്രീൻഷോട്ട്സ് ഒന്ന് എടുത്ത് അയച്ചു തരികയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. മുമ്പത്തെ മുഖമൊക്കെ കണ്ടതാണല്ലോ അല്ലെ കണ്ണാടിയില്? ഇനിയിപ്പോ ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യും? മുമ്പത്തെ മുഖം കണ്ടിട്ടിരിക്കണം, അപ്പോഴല്ലേ വ്യത്യാസം അറിയാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു, നമ്മൾ ക്ലീൻ ചെയ്തു നന്നായിട്ട്, കണ്ണും മുഖവും എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തു. കഴുത്തിന്റെ ബാക്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് ഈ ഭാഗത്ത് മാത്രമല്ല, ഇവിടം വരെയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. ഇവിടം വരെ ഫ്രണ്ടിലും ഇവിടം വരെ ബാക്കിലും, അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കാരണം തന്നെ ഞാൻ ഇത്രയും ഭാഗമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത്രയും ഭാഗം ചെയ്യാൻ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കിറ്റ് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ബാക്ക് വരെ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ക്ലെൻസിങ് വൈപ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബ്. അതിൽ എഴുതിയിട്ടുണ്ട് സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 2 സ്ക്രബ്. കൈയൊന്ന് നനച്ചു കൊടുക്കുക. ഒന്ന് നനച്ചു കൊടുക്കുക. സ്ക്രബ് എടുക്കുക. മൊത്തത്തിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, കുറേശ്ശെ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. കണ്ണിന്റെ ഉള്ളിലേക്കൊന്നും ആവരുത് കേട്ടോ. കൈ ഒന്നും കൂടി നനയ്ക്കുക. ജസ്റ്റ് ശ്രദ്ധിക്കുക, കൈ ഡ്രൈ ആവരുത്, മുഖം ഡ്രൈ ആവരുത്. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കൈയും മുഖവും ഡ്രൈ ആവരുത്. കയ്യിൽ വെള്ളം നനയ്ക്കുക. എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കുക. ടൈറ്റ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ വെള്ളം നനയ്ക്കുക. എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തിയാൽ എങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്യാം, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്തും അല്ലാണ്ട് ചെയ്യുന്ന സമയത്തും എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു സ്റ്റെപ്പും അറിയില്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. എല്ലാ ഭാഗത്തുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. കഴുത്തിലും ചുറ്റും കറുപ്പുള്ള ആളുകൾ ആ ഭാഗത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. വച്ച ഉരയ്ക്കരുത് കേട്ടോ. പാടത്ത് പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്ന പോലെ ഉള്ള ശക്തി മുഴുവൻ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോ പാകത്തിന് ആവശ്യത്തിന് ബലം മാത്രം കൊടുത്തുകൊണ്ട് നന്നായിട്ട് തരിയുണ്ട് അതിന്, അത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തേക്കുക. കഴുത്തിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താടിമ ഇതേപോലെ താടിയിൽ മസാജ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കണോ? ഇനി സ്ക്രബ് ഒന്നും ചെയ്യാത്ത ആളുകള്, മസാജ് ചെയ്യാത്ത ആളുകള് ഇനിയത്തെ മസാജിന്റെ സമയത്ത് കയ്യിൽ സിറം ഇരിക്കുന്നുണ്ട്, ഫേഷ്യൽ സിറം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരിക. അത് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യണമെന്ന് നോക്കാം. അത് ദിവസം കൊണ്ട് വരും. ഇതൊന്ന് ക്യാൻസൽ. കവിളിൽ അതേപോലെ തന്നെ സ്ക്രബ് ചെയ്യുക. മൂക്കിന്റെ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡെഡ് സ്കിൻ ഉണ്ടാവുക, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക. ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ള ഡോട്ടുകളാണ്. ഈ തുമ്പത്തും ഇവിടെയും ഈ ഭാഗത്തൊക്കെ നിറയെ കാണാനായിട്ട് പറ്റും. ഇനി അങ്ങനെ അല്ലാത്തവർക്ക്, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആ ഭാഗത്ത് മൊരി മൊരി പോലെ കാണാനായിട്ട് പറ്റും, വൈറ്റ് കളറിൽ. അതാണ് വൈറ്റ് ഹെഡ്സ്. അപ്പൊ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവും. നന്നായിട്ട് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്യുക. പാലം കൈ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക. ഇനി കണ്ണിന്റെ ചുറ്റും പിരികത്തിന്റെ മുകളിൽ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ച് ഇതേപോലെ വരിക.
നെറ്റി. ഈ നെറ്റീമയൊക്കെ ടാൻ ആയിട്ട് നെറ്റീമയൊക്കെ നന്നായിട്ട് കളർ വ്യത്യാസം കാണാനായിട്ട് പറ്റും. ആ നെറ്റീമലത്തെ അതേപോലെ തന്നെ വേറെ ഒന്നും അറിയുന്നില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. ഇവിടെ കാണുന്ന ബ്യൂട്ടീഷ്യന്മാർ ഇത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അല്ല, ബ്യൂട്ടീഷ്യന്മാർ ചെയ്യുന്ന പോലെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. സാധാരണക്കാർക്ക് അവരവരുടെ മുഖത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. സ്ക്രബ് കുറഞ്ഞു എന്ന് തോന്നിയാൽ സ്ക്രബ് കുറച്ചും കൂടി നമുക്ക് എടുക്കാം. മൊത്തം സ്ക്രബ് എടുക്കണം എന്ന് നിർബന്ധമില്ല. എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. കമ്മലൊന്നും ഇടാത്ത ആളുകളാണെങ്കിൽ ചെവി വിട്ടുപോകരുത്. ലാസ്റ്റ് തനി നിറം പുറത്തേക്ക് അറിയേ. മുഖം മാത്രം നന്നായിട്ട് വെളുത്ത് തിളങ്ങിയിരിക്കും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്ക്രബ് എടുക്കുക. എന്നിട്ട് കഴുത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക. 2-3 മിനിറ്റ് ധാരാളം മതി നമുക്ക് സ്ക്രബ് കേട്ടോ. കഴുത്തിൽ അപ്ലൈ ചെയ്യുക. കഴുത്തിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കവിള്, താടി, ഈ 2 ഭാഗം. മൂക്കിന്റെ 2 സൈഡ്, പാലം, ഏകദേശം എല്ലാ ഭാഗത്തും നമ്മുടെ സ്ക്രബ് എത്തി. വല്ലാണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് ശക്തി പ്രയോഗിക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം നമുക്ക് ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഫേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വീട്ടിൽ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, ഇവിടെയുള്ള ബ്ലാക്ക് സ്പോട്ട്സ്, ബ്ലാക്ക് ഡോട്ട്സ് നമുക്ക് പോകണം. അതേപോലെ ഡാർക്ക് സർക്കിൾസ്, എവിടെയൊക്കെ ടാൻ ആവുന്നു ആ ഭാഗത്ത്. കയ്യിൽ ടവലുള്ളവരാണെങ്കിൽ ടവൽ നനച്ച് മുഖം നന്നായിട്ട് തുടയ്ക്കുക. അല്ലാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് മുഖം കഴുകിയിട്ട് വരിക. സ്ക്രബിന്റെ തരികള് മുഖത്ത് ഇരിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖം നന്നായിട്ട് തുടച്ചോളൂ, നന്നായിട്ട് കഴുകിക്കോളൂ. ടവലുള്ളവരാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നമുക്ക് കഴുത്തിലും മുഖത്തൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് തിളങ്ങുന്നതും സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ആയിട്ട് മുഖത്തെ ടാൻ മാറിയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മാറി മാറി എല്ലാവരുടെ മുഖം നോക്കിക്കോളൂ കേട്ടോ, ആർക്കൊക്കെ എന്തൊക്കെ വ്യത്യാസം വരുന്നു എന്നുള്ളത്. സ്ക്രബിന്റെ തരികള് മുഖത്ത് ബാക്കി ഇരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും ഇതേപോലെ തന്നെ മുഖം തുടച്ച്. ആഹാ, എന്താ ഭംഗി നോക്കൂ, എന്താ വ്യത്യാസം നോക്കൂ. മൊത്തം സ്ക്രീൻ തിളങ്ങാൻ തുടങ്ങിയില്ലേ? ആരാ അത് സ്ക്രീൻഷോട്ട് എടുക്കണേ? സൗമ്യ കയറിയിട്ടുണ്ടോ?
ലാപ്ടോപ്പ് യൂസ് ചെയ്യണവർ ആരാ? ലാപ്ടോപ്പ് യൂസ് ചെയ്യണവര് ആരെങ്കിലും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? സുമംഗല മാമിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയോ? മസാജ് ചെയ്യുന്ന സമയത്തോ സ്ക്രബ് ചെയ്യുന്ന സമയത്തോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. യെസ്. അപ്പൊ എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് മുഖമൊക്കെ കഴുകി വന്നു. മുഖം ഒരു ഡ്രൈനെസ് തോന്നുന്നുണ്ടാവും, ഒരു വലിവ് തോന്നുന്നുണ്ടാവും അല്ലെ? സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം ഒരു പക്ഷെ നല്ല നിറവും ഭംഗിയും തിളക്കൊക്കെ നോക്കും. മൊത്തം സ്ക്രീനാ മാറി. ഇത്രയും നേരം കണ്ടായിരുന്ന പോലെയല്ല. ഓക്കെ, ഇനി ചെയ്യാനുള്ള കാര്യം ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ല, ഇടയ്ക്ക് മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ധാരാളമായിട്ടിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടവൽ ഉണ്ടെങ്കിൽ ടവൽ എടുക്കുക. നമ്മൾ സാധാരണ തോർത്തുന്നത് തോർത്തല്ല കേട്ടോ, മൊരമൊരാന്നിരിക്കുന്ന തോർത്തല്ല പറഞ്ഞത്, സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, പാർലറിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധിച്ചോളൂ. ഇതാ, ഇതിങ്ങനെ സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും. ഈ മൂക്കിന്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് രണ്ട് കൈയും വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. സുമംഗല മാം അങ്ങനെ തന്നെയാണ് സ്ക്രീൻഷോട്ട്. അത് എന്റെ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും കൂടിയിട്ട് കിട്ടും. അതായത് ഗാലറിയിൽ നമുക്ക് മുകളിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ വ്യൂവിൽ ഗാലറി എടുക്കുക. അപ്പൊ എല്ലാവരുടെയും കൂടിയിട്ട് വീഡിയോസ് ഒന്നിച്ച് കിട്ടും. അങ്ങനെ വീഡിയോസ് കിട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് കാണാം. മൂക്കിന്റെ തുമ്പത്ത് നുള്ളിയിട്ട് തുമ്മരുത് കേട്ടോ. മൂക്കിന്റെ തുമ്പ് ഞെക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അപ്പൊ നന്നായിട്ട് തുടച്ചെടുക്കുക. അതേപോലെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. ഇത് ഫേഷ്യൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ദിവസവും നമ്മൾ കുളിക്കുന്ന സമയത്ത്, മുഖം കഴുകുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം. അല്ല എങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം. ഇപ്പൊ മുഖം നല്ല ഡ്രൈ ആയി അല്ലെ, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. ഇനി നമ്മൾ മസാജ് ചെയ്യാനായിട്ട് റെഡിയായി. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുക. അപ്പൊ സ്ക്രബ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുക. കയ്യിലും മുഖത്തൊന്നും സ്ക്രബിന്റെ തരി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സ്റ്റെപ്പ് 3, ആക്ടിവേഷൻ ജെല്ല്. ആക്ടിവേഷൻ ജെല്ല് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. ആക്ടിവേഷൻ ജെല്ല് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ ഉണ്ടാവും. ഇതില് നമ്മൾ വായിച്ച പോലെ തന്നെ ക്ലവിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അതായത് ഗ്രാമ്പൂവിന്റെ എക്സ്ട്രാക്ട് ഉള്ള കാരണം ചെറുതായിട്ടൊന്ന് മുഖം നീറും. പോരാത്തതിന് നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്ത് മുഖം നല്ല സെൻസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്കിന്നിലേക്ക് വേണ്ട നറിഷ്മെന്റ് നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ആക്ടിവേഷൻ ജെല്ല് എടുക്കുക. കുറേശ്ശെ എടുത്തു കഴിഞ്ഞിട്ട് കഴുത്തിലും എവിടെയൊക്കെയാണോ നമ്മൾ സ്ക്രബ് ചെയ്ത് അവിടെയൊക്കെ കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുക്കും. മൊത്തം ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ട, കുറേശ്ശെ മാത്രം നമ്മുടെ മുഖത്തിനും സ്കിന്നിനും വേണ്ടത് മാത്രം അപ്ലൈ ചെയ്തു കൊടുക്കും. അടുത്തത് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, വേണ്ടത് ഞാൻ അപ്ലൈ ചെയ്തു. കുറച്ച് എൻ്റെ 2 കൈയിലേക്ക് എടുത്തു. വെള്ളം കൂട്ടണ്ട, ആക്ടിവേഷൻ ജെല്ല് മാത്രം നമ്മൾ മസാജ് ചെയ്യാണ്. മസാജ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ നോക്കിക്കോളൂ. ഓക്കെ, ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. രണ്ട് ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും അതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചേക്കുക. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചെറിയൊരു നീറ്റ ഉണ്ടാവും. അത് സ്കിന്നിൽ പേടിക്കാനൊന്നുമില്ല. അതിലുള്ള ഗ്രാമ്പൂവിന്റെ എക്സ്ട്രാക്ട് കാരണമാണ്. ആക്ടിവേഷൻ ജെല്ലിൽ പൊതുവേ നമുക്കൊരു നീറ്റ ഉണ്ടാവും. സ്റ്റെപ്പിലേക്ക് കിടക്കാം ഒരുമിച്ച്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കഴുത്ത് മുകളിലേക്ക് മസാജ് ചെയ്യുക. മുകളിലേക്ക് മസാജ് ചെയ്യുക. സ്കിൻ, കഴുത്തിലുള്ള സ്കിന്നാണ് പ്രായം കൂടുമ്പോൾ പെട്ടെന്ന് ചുളിയുക. അത് മുകളിലേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിന്നിലേക്ക് മുകളിലേക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ സ്കിന്നിൽ ഈ താടി നടുവിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ വലിച്ച് ചെവി ഒന്ന് മൂടി പിടിക്കും. 1, 2, 3. അത് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് വരുന്ന ഷേപ്പ് വ്യത്യാസം കാണുന്നുണ്ടോ? വിജൃംഭിച്ചിരിക്കുന്ന മുഖം ഒന്ന്
ഓഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത്. യെസ്. അടുത്ത സ്റ്റെപ്പ്, കാറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് മുഖം ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഡ്രൈ ആവരുത്, ഡ്രൈമേ ആവരുത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യെസ്. അടുത്തത് കോർത്തു പോകരുത് കേട്ടോ. ഏതി കൂടെ അവൾ എടുത്തേന്നുള്ളത് മനസ്സിലാവാണ്ടൊക്കെ ഒരു വിരൽ മുകളിൽ ഒരു വിരൽ താഴെ. നേരെ നമ്മൾ മൂക്കിലേക്ക് കടന്നു. മൂക്ക് 1 2 3 മൂക്ക് ദാ മുകളിലേക്ക്. കുട്ടികൾക്കൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ പാലം. ഇവിടുന്ന് കണ്ണ്. അവിടുന്ന് നേരെ നെറ്റി. നെറ്റിന്ന് നോക്കിക്കോളൂ. നെറ്റിന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു കുഴിയുണ്ട്, അതുമേ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നെറ്റിന്ന് താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ചെവിയുടെ ബാക്കിൽ കൂടെ കഴുത്തിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്വയം ചെയ്യുമ്പോഴും ആ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഡ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നെറ്റിയിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കൊണ്ടുവന്ന് കവിളത്ത്. ഡ്രൈ ആവും തോറും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആന്റി ക്ലോക്ക് വൈസ്. കവിളുതാ മുകളിലേക്ക്. 1 2 3 4 5. ഇതും 1 2 3 4 5. വീണ്ടും അതേ സ്റ്റെപ്പ്. വീണ്ടും ആക്ടിവേഷൻ ജെല്ല് കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് എല്ലായിടത്തും. അപ്പോഴേക്കും ആക്ടിവേഷൻ ജെല്ല് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഇത് അബ്സോർബ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വെള്ളം വേണ്ട. വെള്ളം കൂട്ടിയിട്ടില്ലല്ലോ ആരും. വെള്ളം വേണ്ട. അതേപോലെ തന്നെ ഇത് കഴുകി കളയാനുള്ളതല്ല. യെസ്. എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. കഴുത്തിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും റൊട്ടേറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് മുകളിലേക്ക്. അടുത്തത് താടിയുമെന്ന് പിടിച്ച് നമ്മൾ ചെവിയിലേക്ക് എത്തിക്കും. താടിയുമെന്ന് ചെവിയിലേക്ക്. മീശയും താടി. അവിടെ നിന്ന് മൂക്കിലേക്ക്. പാലം. കണ്ണിന് ചുറ്റും. നെറ്റിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിൽ അമർത്തി കൊടുക്കുക. നെറ്റിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ഭാഗത്ത് ഒരു പ്രാവശ്യം കൂടി. നെറ്റിയിൽ നിന്ന് താഴേക്ക് കവിള്. ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ വലിച്ച് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കും. മൂക്കിന്റെ നടുവിൽ നിന്ന് ടെമ്പിൾസിലേക്ക്, ചെന്നി. വീണ്ടും ഇവിടെ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് അബ്സോർബ് ആവാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ ആക്ടിവേഷൻ ജെൽ എന്തായിട്ടുണ്ട്? മുഖത്ത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. ആയിട്ടില്ലേ? ഡ്രൈ സ്കിന്നുകാർക്ക് ഇപ്പോഴേക്കൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? മുഖത്ത് നന്നായിട്ട് ആക്ടിവേഷൻ ജെല്ല് മൊത്തം ആ ഒരു പാത്രം ഖാലിയാവുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്കിൻ കെയർ മൊത്തം ദിവസവും 2 നേരം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം എൻ്റെ മുഖത്ത് ആവശ്യം വരില്ല.
ഡ്രൈ സ്കിൻ ഇന്ന് വരെ ഒന്നും ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ അധികം ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് നന്നായിട്ട് സ്കിന്നിലേക്ക് വേണ്ടി വരും, നന്നായിട്ട് വ്യത്യാസം വരുന്നത് കാണാനായിട്ട് പറ്റും. യെസ്, ആക്ടിവേഷൻ ജെല്ല് സ്കിന്നിൽ നമ്മുടെ നന്നായിട്ട് അബ്സോർബ്ഡ് ആയി സ്കിൻ ടൈറ്റ് ആയുമ്പോൾ വീണ്ടും മസാജ് ചെയ്യരുത്. ഇനി അടുത്തത് കഴുകാണ്ട് തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സ്റ്റെപ്പ് 4 മസാജ് ക്രീം. സ്റ്റെപ്പ് 4 എടുക്കുക, മസാജ് ക്രീം എടുക്കുക, അതിന്റെ പ്ലാസ്റ്റിക് കളയുക, മസാജ് ക്രീം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടാമത് ഒരാളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിട്ട് വിരലിട്ട് കുത്തി മാന്തിയതൊന്നും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ നിൽക്കരുത്. അതൊന്നില്ലെങ്കിൽ മാറ്റി വെക്കുക, എന്നിട്ട് വേറൊരാൾക്ക് കൊടുക്കുക. അല്ല എങ്കിൽ ഹൈജീൻ നമ്മൾ മെയിൻ ആയിട്ട് പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ മസാജ് ക്രീം അപ്ലൈ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. പോയിന്റ് ഇട്ടതിന് ശേഷം, മാർക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അറിയിക്കേണ്ടതാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഇനി എന്ത് ചെയ്യാം, മസാജ് ക്രീം ഇതേപോലെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. കുറേശ്ശെ മാത്രം, ഒരുപാട് അപ്ലൈ ചെയ്യരുത്. വേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, കൈ ഒന്ന് നനച്ചു കൊടുക്കുക. കൈ ഒന്ന് നനച്ചു കൊടുക്കുക. ഈ നനയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോകുന്ന സമയത്ത് അവർ ഐസ് വെള്ളം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമൊക്കെ എടുക്കും. അതൊന്നും എടുത്തേക്കരുത്. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ വെള്ളം മതി. അതൊന്ന് എല്ലാ സ്കിന്നിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തോളൂ. വെള്ളം കൂടിയിട്ട് കയ്യിൽ ജസ്റ്റ് വെള്ളം നനയ്ക്കുക. ഈ പറയുന്ന ഈ ക്രീം നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് വെള്ളം സഹായിക്കും. നല്ല ഫ്രീഗ്രൻസ് ഉണ്ടാവും. എല്ലാ ഭാഗത്തും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. നല്ല സുന്ദരമായ മുഖം കാണുന്നുണ്ട്. കുട്ടികളെയൊക്കെ മാറ്റിയിരുത്തിയിട്ടുണ്ടല്ലോ അല്ലെ. ഇനി കണ്ടു കഴിഞ്ഞിട്ട് പേടിക്കരുത്. ഇതാരാ യോജിക്കണേന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ളത് പറ്റിയിട്ട് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം എന്താ, നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. കഴുത്തില് രണ്ട് കൈയും മാറി എല്ലാ ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത്. ഇനി കഴുത്ത് മുകളിലേക്ക്. താടി. വൈരാഗ്യം തീർക്കുന്ന പോലെ അവരവരുടെ മുഖത്ത് തന്നെ ആവരുത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ബെൽറ്റ് ഇടുന്ന പോലെ താടിന്ന്. യെസ്, ഈ ബെൽറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ചെവി മൊത്തം മൂടി പിടിച്ചോളൂ കേട്ടാ. ആ ചെവിയിലേക്ക് അവസാനിക്കുന്ന നാഡികളൊക്കെ ഒന്ന് ഉണരട്ടെ. 2 3. ഇനി മീശയും താടി. ഒരു 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മൂക്കിലേക്ക് കൊണ്ടുപോവുക. കൈ ഡ്രൈ ആവരുത്, മുഖം ഡ്രൈ ആവരുത്. വെള്ളത്തിന്റെ അംശം വേണം. ക്രീം കുറവാണെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യണം. ആവശ്യത്തിന് എല്ലാം വേണം. മൂക്ക്, മൂക്കിന്റെ പാലം. മൂക്ക് ഇങ്ങനെ കൂർത്തു പോകുന്ന പോലെ ചില സമയത്ത് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മൂക്ക് ഇങ്ങനെ പക്കോട പോലെയൊക്കെ ഇരിക്കില്ലേ, അതൊന്ന് ഇച്ചിരി ഒന്ന് ഷാർപ്പായിട്ട് വരാൻ ചെറുപ്പത്തിലെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മളെ കുളിപ്പിച്ചതല്ല, നമ്മൾ കുളിപ്പിച്ചത്. അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ഏകദേശം ചെയ്യുന്നത്. യെസ്, അപ്പൊ കൈ നനച്ചിട്ട് കണ്ണ്. കണ്ണിന്റെ അടുത്തത് നമ്മള് മോതിര വിരൽ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടല്ലോ, കണ്ണടച്ചു കഴിഞ്ഞിട്ട് ആ കൃഷ്ണമണി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക പതുക്കെ. അപ്പൊ എന്തെങ്കിലും നമുക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത് കേട്ടോ. ലാസ്റ്റ് കണ്ണ പൊട്ടിപ്പോയിട്ടേ അവരവരുടെ കണ്ണിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മറ്റേ വേറൊരാൾക്കല്ലല്ലോ കണ്ണിന്റെ ചുറ്റും. ഡാർക്ക് സർക്കിൾസ് നന്നായിട്ടുള്ള ആളുകളാണെങ്കിൽ കണ്ണിന് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തേക്കുക ഭാഗത്ത്. ഓക്കെ,
ജെമിനി മാമിന്റെ മുഖത്ത് ക്രീം കുറവാണോ? എനിക്ക് കാണാത്തതാണോ? ക്രീമും വെള്ളമൊക്കെ ഉണ്ടോ നന്നായിട്ട്? യെസ്. നെറ്റി എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്റെ രണ്ട് കയ്യിലും ക്രീമാണ് കേട്ടോ. ആരൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നോക്കിയൊന്ന് ചെയ്തേക്ക്. ചെയ്യാത്ത ആളുകൾ ഒന്ന് എല്ലാവരും നിരീക്ഷിച്ച് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനായിട്ട് പറ്റും. നെറ്റി അതേപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മസാജ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വിരൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്ത് എത്തിക്കുക. ഇനി നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഏതായിരുന്നു? നെറ്റിന്ന് എടുത്തിട്ട് താഴേക്ക്, മുഖം താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന്, സ്വയം ചെയ്യുമ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ, വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ. ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ കവിളിലേക്ക് കടന്നിട്ടില്ല അല്ലെ, നെറ്റി നന്നായിട്ട് മസാജ് ചെയ്ത് കവിളിലേക്ക് കിടക്കുക. കവിളിലും അതേപോലെ തന്നെ മസാജ് ചെയ്യുക, തിരിച്ച് മസാജ് ചെയ്യുക. മുകളിലേക്ക് മൂക്കിന്റെ അവിടെ നിന്ന് ഈ ടെമ്പിളിലേക്ക് എടുക്കുക, അമർത്തി കൊടുക്കുക. മൂക്കിന്റെ അവിടെ നിന്ന് ഈ ടെമ്പിളിലേക്ക് എടുക്കുക, അമർത്തി. ക്രീമുകൾ സ്ഥിരം അപ്ലൈ ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മുഖം ഇരുന്നാൽ പേടിക്കണ്ട. ഇത് അബ്സോർബ്ഡ് ആയില്ലല്ലോ, വേണ്ടത് അബ്സോർബ്ഡ് ആവുന്നുണ്ട്. ബാക്കിയുള്ളത് വെള്ള കളറിൽ അങ്ങനെ ഇരുന്നോട്ടെ, കാരണം നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളത് ചെല്ലുന്നുണ്ട്. ഇനി സാധാരണ മുരിങ്ങ ക്രീം അല്ല ഇത്. ഇത് മസാജ് ക്രീമാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ധാരാളമായിട്ടുണ്ട്. ഇതിന് പകരം മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കരുത്, കാരണം രണ്ടും രണ്ടാണ്. മസാജ് ക്രീമിന് അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന്റെ കഴുത്തിലുള്ളത് കണ്ടു, നന്നായിട്ട് അബ്സോർബ്ഡ് ആയി. ബാക്കി മുഖമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് അടുത്ത ടെക്നിക്ക് നോക്കാം നമുക്ക്. കൈയൊന്ന് നനച്ചു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ എന്തില്ല, മെഷീൻ ഇല്ല അല്ലെ. ഇവര് മസാജ് ചെയ്യുന്ന മസാജറോ മെഷീനോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ മെഷീന് പകരമുള്ളതൊക്കെ ചെയ്യണമല്ലോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, കയ്യിൽ ഇങ്ങനെ പിടിക്കുക. നക്ലിംഗ് ചെയ്യാൻ പോവാം നമ്മൾ. നക്ലിംഗ് ഈ കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇതാ പതുക്കെ 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 റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആ റൊട്ടേഷൻ, ആ ഒരു നക്ലിംഗ് എത്തിക്കുക. ആ മെഷീനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അബ്സോർബ്ഡ് ആവാനായിട്ട്. എന്താ സൗന്ദര്യം, ഇതൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വെക്കും. അടുത്ത സെഷൻ നേഹ മാമിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത് ഇതല്ല കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത് എല്ലാവരും ചെയ്യണതിന്റെയാണ്. വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ചെയ്തായിരുന്ന ആ സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഏതാ ചെയ്തായിരുന്നത്? കൈകൊണ്ട് ആദ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കഴുത്തിനെ തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, കൈ ചൂടാവില്ല, മുഖം ചൂടാവില്ല. ചൂടായതുകൊണ്ട് റാഷസ് ആവില്ല. മുഖം ഏതെങ്കിലും ഭാഗം ചൂടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. മാറ്റി മാറ്റി എല്ലാ ഭാഗത്തേക്കും മസാജ് കൊണ്ടുവരും. മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യും നന്നായിട്ട്. നെറ്റിയില് വീശുക. താടിന്നുള്ളത് വെച്ച് ചെവിയിലേക്ക്, താടിന്നുള്ളത് മൂക്കിലേക്ക്, മുകളിലേക്ക് ഒഴിയുക.
നമ്മൾ എന്ത് മസാജ് ചെയ്യുന്നത് താഴേക്കല്ല. മുഖം എന്തായാലും ഇങ്ങനെ മത്തങ്ങ പോലെ ഇങ്ങനെ വീർത്തിരിക്കല്ല. എന്നാൽ കുറച്ച് ഓഞ്ഞു പോട്ടേന്ന് പറഞ്ഞ് താഴേക്ക് ഉരിഞ്ഞാല് മുഖം താഴേക്ക് നീളും. അതല്ലാതെ നമ്മൾ എപ്പോഴും മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മുകളിലേക്ക് ഒഴിയുന്നത്. ആന്റി ഗ്രാവിറ്റി മോഡിൽ, അല്ലെങ്കിൽ താഴേക്കല്ലേ തൂങ്ങുന്നത്, അതില്ലാതിരിക്കാനായിട്ട്. മൂക്ക്, ഇനി കണ്ണ്. കണ്ണടച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് കണ്ണിൽ ഒഴിഞ്ഞു കൊടുക്കുക, കണ്ണടച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും മോതിര വിരൽ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണിന്റെ ആ കൃഷ്ണമണിയുടെ പോളയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് പതുക്കെ 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 ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും സർക്കിൾ. നെറ്റിയിലേക്ക്. പതുക്കെ നെറ്റിന്ന് പതുക്കെ കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നെറ്റിന്ന് പതുക്കെ കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിലേക്ക് അമർത്തി. അമർത്തി കൊടുക്കുക. വീണ്ടും നെറ്റിയിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കവിളിലേക്ക് വന്ന് കവിളത്ത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. മൂക്കിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഈ ഭാഗത്തേക്ക്, മൂക്കിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഭാഗത്തേക്ക്, മുകളിലേക്ക്. ഈ ഭാഗം അതേപോലെ തന്നെ മുകളിലേക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് സാധാരണ സ്ട്രെസ് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് പിരികത്തിന്റെ ഭാഗം. പിരികത്തിന്റെ ഭാഗം നന്നായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇത് അമർത്തി കൊടുക്കണതിന്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പിഞ്ചിങ് എന്ന് പറയും. ഒന്ന് നുള്ളി നുള്ളി പുറത്തേക്ക് എടുക്കുക, പതുക്കെ നുള്ളി എടുക്കരുത് കേട്ടോ, പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. ആ ഭാഗത്ത് സ്ട്രെസ് നമുക്ക് കുറയാനായിട്ട്. നെറ്റി നന്നായിട്ടൊന്ന് ഒഴിഞ്ഞ് സൈഡിലേക്ക്, നെറ്റി നന്നായിട്ടൊന്ന് ഒഴിഞ്ഞ് സൈഡിലേക്ക്. ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ടാപ്പിംഗ് ആണ്. ടാപ്പിംഗ് നമ്മൾ ടാപ്പിംഗ് ചെയ്യാനായിട്ട് പോവാണ്. ടാപ്പിംഗിന് എന്താണ്, വിരലുകൾ വെച്ച് കഴിഞ്ഞിട്ട് ഇതാ എല്ലാ ഭാഗത്തും നമ്മൾ ഫേഷ്യൽ ചെയ്ത എല്ലാ ഭാഗത്തും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അടുത്തത് കപ്പിംഗ് എന്ന് പറയും നമ്മൾ. കപ്പിംഗ് അതായത് കൈ ഇങ്ങനെ പിടിക്കുക, കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട്. കൊഞ്ചിക്കാൻ ആരെങ്കിലും വരാറുണ്ടോ? ഒഞ്ചോട് ചുഞ്ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരില്ല, നമ്മളെ ഉള്ളൂ നമ്മളെ കൊഞ്ചിക്കാൻ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫേഷ്യൽ ചെയ്യാത്ത ആളുകളും നന്നായിട്ട് കപ്പിംഗ് ചെയ്തോളും. എൻ്റെ ക്രീം മൊത്തം സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, ബാക്കിയുള്ളവരുടെ എങ്ങനെയാണ് എന്നുള്ളത്. എല്ലാവരും സ്കിന്നിന്റെ ഉള്ളിലേക്ക് ക്രീമൊക്കെ നന്നായിട്ട് അബ്സോർബ്ഡ് ആക്കിയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. തുടച്ചു കളഞ്ഞതാണോ, മാറ്റി കളഞ്ഞതാണോ? അല്ലല്ലോ അല്ലെ. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ക്രീം ചെന്നിട്ടുണ്ട്.
വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴുത്തിൽ നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് മുകളിലേക്ക് കഴുത്ത് മസാജ് ചെയ്തു. താടിയിൽ ഇതേപോലെ നമ്മൾ താടിയിലെടുത്ത് ഈ താടി വലിച്ച് മുകളിലേക്ക് ഇതേപോലെ അമർത്തി കൊടുത്തു. താടി മീശയും കൂടിയിട്ട് മസാജ് ചെയ്തു. മൂക്കിന്റെ പാലം, കണ്ണിന്റെ ചുറ്റും അതേപോലെ വിരൽ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണിന്റെ കൃഷ്ണമണിയുടെ മുകളിൽ പോള, നെറ്റി ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് നെറ്റിയിൽ നിന്ന് നമ്മൾ താഴേക്ക് എടുത്ത് കഴുത്തിന്റെ ബാക്കിലേക്ക് ജസ്റ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വീണ്ടും നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കവിളിലേക്ക് കൊണ്ടുവന്ന് കവിളില് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അതേപോലെ കവിള് മുകളിലേക്ക് നമ്മൾ മസാജ് ചെയ്തെടുത്ത് മൂക്കിന്റെ രണ്ട് ഭാഗത്തുനിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടമർത്തി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇത് കൊണ്ടമർത്തി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫേഷ്യലിൽ ചെയ്തു അല്ലെ. അത് കൂടാണ്ട് നമ്മൾ ചെയ്തതാണ് നക്കിളിങ് ചെയ്തു. അപ്പൊ നന്നായിട്ട് ഫേഷ്യലിന്റെ എഫക്റ്റ് കിട്ടാനും ഫേഷ്യൽ നന്നായിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലാനും സഹായിക്കും. അതേപോലെ പിന്നെ ചെയ്തതാണ് ടാപ്പിംഗ് ചെയ്തു, പിഞ്ചിങ് ചെയ്തു, കപ്പിംഗ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇത് മറക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇനി എക്സ്ട്രാ മുഖത്തുണ്ട് എന്ന് തോന്നുന്നവരുണ്ടല്ലോ, മുഖത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒട്ടിപ്പുണ്ട്, ആ ഒരു നനവുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊന്ന് നമുക്ക് ഒരു ടവൽ എടുക്കുക, ഒന്ന് നനയ്ക്കുക, എന്നിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക. നമ്മൾ ഫേസ് പാക്ക് ഇടാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് അതൊന്ന് തുടച്ചെടുക്കുക. മുഖത്തുണ്ടാവുന്ന തിളക്കം കണ്ടുവോ? ഇവിടെ എൻ്റെ മുഖം നിറം വെച്ച് ഞാൻ ജെമിനി മാമിന്റെ പോലെ ആവലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉള്ള നിറം, ഉള്ള ഭംഗി, ഉള്ള ഗ്ലോ നാച്ചുറൽ ആയിട്ട് വരും. അത് ഇന്നത്തേക്കാൾ കൂടുതൽ റിസൾട്ട് അറിയപ്പോഴാ നാളെ രാവിലെ എണീക്കുമ്പോഴായിരിക്കും. നമ്മൾ രാത്രി അത് ചെയ്തിരിക്കുന്നത്, രാവിലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് നന്നായിട്ട് കാണാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ അത് തുടച്ചെടുത്തു. ഇനി ഫേസ് പാക്ക് ഇടാനായിട്ട് പോവാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫേസ് പാക്ക്. ഫേസ് മാസ്കില് നമുക്കൊന്നും ചേർക്കണ്ട, ഗ്ലോ അപ്പോ വെള്ളം ഒന്നും ചേർക്കണ്ട, അതല്ലാണ്ട് തന്നെ സ്പ്രെഡ് ആയിക്കോളും എല്ലാ ഭാഗത്തേക്കും, അത് അതിന്റെ എത്തിക്കോളും. അതുകൊണ്ട് നമുക്ക് അതിൽ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മുഖത്ത് സ്പ്രെഡ് ആയിക്കോളും. ഇതും ചെറിയൊരു നീറ്റുണ്ടാവും. ഇതിൽ മഞ്ഞളുടെ ഇൻഗ്രീഡിയൻസ്, മഞ്ഞളുടെ അംശമുള്ള കാരണം ചെറിയൊരു നീറ്റ്, നമുക്കറിയാം മഞ്ഞളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നീറ്റ് നമുക്ക് മുഖത്ത് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ഫേസ് മാസ്ക് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. നല്ല രീതിയിൽ തന്നെ, നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും. കണ്ണിന്റെ ചുറ്റും ആവണ്ട, കണ്ണുമ്മ കൊള്ളണ്ട. യഥാർത്ഥ സൗന്ദര്യം ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. ഉള്ളത് മസാജ് ചെയ്ത് പിടിപ്പിക്കലല്ല കേട്ടോ, എടുത്ത് പെരട്ടലാണ്. നമ്മൾ പെരട്ടലാണ് ഉദ്ദേശിച്ചത്, മസാജ് അല്ല. ചെറിയൊരു നീറ്റ് ഉണ്ടാവും, പേടിക്കണ്ട. ബാക്കിയുള്ളത് കഴുത്തിൽ അപ്ലൈ ചെയ്യാം.
കഴുത്തിന്റെ ചുറ്റും ഡാർക്ക് ബ്ലാക്ക് വരയൊക്കെ അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തേക്കുക. നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കഴുത്തിന്റെ ബാക്കിലൊക്കെ ഫേഷ്യൽ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മളിത് ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ് ഫ്രണ്ടിൽ മാത്രം നമ്മൾ ചെയ്തത്. കഴുത്തിന്റെ ബാക്കിലും കൂടിയിട്ട് മസാജ് എത്തണം. എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ നമ്മള് മാസ്ക് ആയിട്ട് കഴിഞ്ഞു അപ്ലൈ ചെയ്ത്. എത്ര ആളുകളാ നോക്കൂ. ഇനിയിപ്പോ വ്യത്യാസം ഇത് ഫോട്ടോ ഇടണേ ഗ്രൂപ്പില്. ബിഫോറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ലേ അല്ലെ, ആഫ്റ്റർ ഇട്ടാലും മതി. ഈ സമയത്താണ് സൗന്ദര്യം കാണേണ്ടത്. ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ സംസാരിക്കണ്ട. ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഈ സമയത്ത് വന്നിരിക്കുന്ന കസ്റ്റമറിനോട് ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, കുട്ടികൾ എന്ത് പറയുന്നു, ഭർത്താവ് എന്താ ജോലി എന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ സംസാരിക്കുന്നു, എവിടെയൊക്കെ സ്കിൻ ചുളിയുന്നു, അവിടെയൊക്കെ ചുളിവുകൾ വരും. അപ്പൊ കുറച്ച് നേരത്തേക്ക് എന്റെ മുഖത്ത് റിയാക്ഷൻസ് കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ മാസ്ക് ഇട്ടേക്കണായിരുന്നു, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക്. അപ്പൊ പറഞ്ഞു വന്നത്, ഇതിട്ടിട്ട് മസാജ് ചെയ്യുന്നില്ല അല്ലെ. ഈ ഒരു മാസ്ക് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ കൃത്യം 20 മിനിറ്റിനേലും കൂടുതൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ, നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിൽ ക്ലേ ഉണ്ട്, കാവലിൻ ക്ലേ ഉണ്ട്. ആ ക്ലേ ഉള്ളത് കാരണം തന്നെ ഇത് അത്രയും അധികം നേരം, ഒരു 15 മിനിറ്റിൽ കൂടുതലൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പൊ 8:15 ഇപ്പൊ 8:15. അപ്പോൾ കൃത്യം ഒരു 8:30 ആവുമ്പോൾ നമുക്കിത് കഴുകാം. അതനുസരിച്ച് നമുക്ക് കഴുകിയെടുക്കാം. അതാണ് ഫേസ് മാസ്കിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഇതും വെച്ച് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കണ്ടേ അല്ലെ. യെസ് വിജയശ്രീ മാം പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ചിലരൊന്നും നല്ല കട്ടിയിൽ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. പൗഡർ അല്ല ഇത്, ക്രീം അല്ല ഇത്. അതുകൊണ്ട് കട്ടിയിൽ, എന്റെ മുഖത്ത് കട്ടിയിൽ കാണുന്നില്ലേ, ആ മുഖം അത് കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ അപ്ലൈ ചെയ്യണം. ജാനകി അമ്മയൊക്കെ കുറച്ചുകൂടെ തേക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ. അതെ, അതിന് അവിടെ നിന്ന് കാണുന്നില്ല കൃത്യമായിട്ട്, അത് കാരണമാണ്. ചിരിക്കണ്ട കേട്ടോ, ചിരി അടക്കി പിടിച്ചോളൂ കുറച്ചു നേരത്തേക്ക്. സീരിയസ് ആയിട്ട് ഇരുന്നാൽ മതി. ഇപ്പൊ കുറച്ചു നേരം ചിരിക്കണ്ട. ലാസ്റ്റ് അവിടെ പാട് വന്നു കഴിഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് വന്ന പാടാന്നൊന്നും പറഞ്ഞേക്കരുത്. യെസ് വത്സ മാം പറയൂ. എനിക്കും അതേ അഭിപ്രായമാണ്. കുറച്ചുപേരൊക്കെ നന്നായി മാസ്ക് ഇട്ടിട്ടില്ല. നമുക്കിവിടെ ഇൻസ്പെക്ഷൻ ആളുണ്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് ചെയ്യുകണ്ട. ആരതിയൊക്കെ ഒന്നും മിണ്ടാണ്ട് അനങ്ങാണ്ട് സ്റ്റാച്യു പോലെ ഇരിക്കണത്. അപ്പൊ അതേപോലെ സ്റ്റാച്യു പോലെ ഇരുന്നോളൂ ഇനി കുറച്ച് നേരത്തേക്ക്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വരുമാനം പറയാം. താങ്ക് യു വിജയശ്രീ മാം, താങ്ക് യു വത്സ മാം, അത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. ഓക്കെ, യെസ്. പുരുഷന്മാരാരും കണ്ടില്ലല്ലോ. എവിടെ മാസ്ക് ഇട്ടിരിക്കുന്ന പുരുഷന്മാരെവിടെ? ഓഫാക്കി പോയാ അവരവരുടെ മുഖം കണ്ട് പേടിച്ചിട്ട്? എവിടെ പോയി? ചെയ്യുന്നവരുണ്ടായിരുന്നു. ലിജിത് സാർ എവിടെ പോയി? ലിജിത് അതാ ലിജിത് സാർ ഇവിടെ ഉണ്ട്. അല്ല പിന്നല്ല, ഒരു മിനിറ്റ്. യെസ് ലിജിത് സാറെ, ചിരിക്കണ്ട കുറച്ച് നേരത്തേക്ക്, അങ്ങനെ തന്നെ ഇരുന്നോളൂ. ചെയ്യാൻ പറ്റിയോ നന്നായിട്ട്? ഫേഷ്യൽ ചെയ്യാൻ പറ്റിയോ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ലിജിത് സാർ മാത്രമല്ലേ ചെയ്തേക്കണം, മോനും കൂടെ ചെയ്തിട്ടുണ്ടോ? അൺമ്യൂട്ട് അല്ല, അൺമ്യൂട്ടിന് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. സംസാരിക്കാൻ പറ്റില്ലേ? അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ. ജെമിനി മാം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ?
ഹാൻഡ് റൈസ് ചെയ്യുവോ? ഒരു മിനിറ്റ്. പ്ലീസ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ലിജിത് സാറിനെ, രവി സാർ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. രവി സാറും ഇപ്പൊ തന്നെ ഓടാൻ ചെയ്യുന്ന അതാ ലിജിത് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈസ് ചെയ്യും. ഓക്കെ ഓക്കെ. പ്ലീസ് സാറെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. സംസാരിച്ചോ. ലിജിത് സാറിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താ അറിയില്ല. ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അറിയില്ല എന്താന്ന്. ഓക്കെ, ജെസി മാം. എന്ത് പറ്റി ഹാൻഡ് റൈസ് ചെയ്തത്? ജെസി മാം അല്ല, അറിയാണ്ട് ചെയ്തതാണോ? ടാറ്റ പറഞ്ഞു പോവാണോ? അത് ശരി. ഓക്കെ, വത്സ മാം. ഞാൻ അതല്ല, ആരാണ് ഇട്ടത്? ഇപ്പൊ ഞാനിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോ നമ്മൾ ഓർക്കുന്ന കറക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നില്ല, കണ്ണാടി നോക്കുന്നില്ലല്ലോ. അപ്പൊ അത് ആരാന്ന് പറയുവാണെന്നൊരു എളുപ്പമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ തേച്ച് ചെയ്തിട്ടുണ്ട്. ജെസി മാം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കഴുത്തിലായിട്ടില്ല മുഴുവൻ. ഓക്കെ, കഴുത്തിലായിട്ടില്ല. ആരുടെ? ജെസി മാം. കഴുത്തിലിട്ടിട്ടില്ല, മുഖം മാത്രമേ കണ്ടുള്ളൂ. പക്ഷഭേദം കാണിക്കരുത് കുട്ടികള്. മുഖം നാളെ എണീക്കുന്ന സമയത്ത് കഴുത്തിന് വേറെ കളറും മുഖത്തിന് വേറെ കളറും ആയിരിക്കും. ലാസ്റ്റ് കാണുന്നവര് പറയുന്നത് എന്താ ഇത് ഇങ്ങനെയാണ്. കളർ കൂട്ടിയിട്ടല്ല, പക്ഷെ ആ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയതിനു ശേഷം കേട്ടോ. കുഴപ്പമില്ല. അതാണ്. പിന്നെ നാളെ വെയിൽ കൊണ്ടോ കുഴപ്പം വല്ലതും ഉണ്ടോ? അത് ശരി, വെയിൽ കൊള്ളരുത്, സൺസ്ക്രീൻ ഇടണം. യെസ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഫേഷ്യൽ ചെയ്തു അല്ലെ, നമ്മളിത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് കഴുകിക്കളയും. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്കിൻ കെയറിന് ഇനി ശ്രദ്ധിക്കാനുള്ളത്? നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് രാത്രി കിടക്കുമ്പോൾ, നമ്മളിത് കഴിഞ്ഞ് രാത്രിയാണ് കഴിഞ്ഞിരിക്കുന്നത്, 8:30-ക്കാണ് കഴിഞ്ഞിരിക്കുന്നത്. രാവിലെ തൊട്ട് ഈ സമയം വരെ എപ്പോഴാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതെന്ന് വെച്ചാലും മുഖം കഴുകി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ അതിന് പകരം സൺസ്ക്രീന് പകരം ഇന്ന് രാത്രി മുഖം കഴുകിയാൽ നമുക്ക് നൈറ്റ് സിറം അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ രാത്രി കിടക്കാനായിട്ട് പോവാണ്, നൈറ്റ് കെയറോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും കൊടുക്കണം നമ്മൾ അടുത്ത മേക്കപ്പ് ചെയ്യണതിന് മുമ്പ്. കോസ്മെറ്റിക്സ് എന്തും യൂസ് ചെയ്യണതിന് മുമ്പ്, സോപ്പ് ആയിക്കോട്ടെ എന്തും യൂസ് ചെയ്യണതിന് മുമ്പ് ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കണം. കെമിക്കൽ ആയിട്ടുള്ള യാതൊന്നും തന്നെ നമ്മുടെ മുഖത്തേക്ക് ഇപ്പൊ തൽക്കാലം അടുപ്പിക്കരുത്. നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ടില്ലേ, നേരെ നമ്മൾ ഫേഷ്യലാണ് ചെയ്തത്. ബ്ലീച്ച് ഇടുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ. നമ്മളിവിടെ ബ്ലീച്ച് ഇട്ടിട്ടില്ല എങ്കിലും മേക്കപ്പ് ചെയ്യാൻ ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും കൊടുക്കണം. ഇനി ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാവിലെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകണം. അതിനുശേഷം മുഖത്ത് ഗ്ലോ അപ്പ് അടിക്കണം. ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തതിന് ശേഷം സിറം അപ്ലൈ ചെയ്യണം. ഡെയിലി സിറം അപ്ലൈ ചെയ്യണം രാവിലെ. രാത്രി ആവുമ്പോൾ നൈറ്റ് സിറം അപ്ലൈ ചെയ്യണം. മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യണം. ഇനി മൾട്ടിപർപ്പസ് ക്രീം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്തോളൂ, പ്രശ്നമില്ല. മുരിങ്ങ ക്രീമിന് പകരം അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം സൺസ്ക്രീൻ എന്തായാലും വേണം, നിർബന്ധമായിട്ടും വേണം. ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്. അപ്പൊ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സൺസ്ക്രീൻ ഇത് അപ്ലൈ ചെയ്യാം. ഇത് മൊത്തം ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ളതല്ല, ഇത് പിന്നീട് നമുക്ക് പതുക്കെ എപ്പോഴൊക്കെ വേണം അപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ പുറത്ത് പോവാവൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ പുറത്ത് പോവാവൂ. ഇനി ഇതിലുള്ള ബിസിനസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ മുഖത്താ ചെയ്തത് അല്ലെ, നമ്മളെല്ലാവരും നമ്മുടെ മുഖത്താ ചെയ്തത്. സെയിം സ്റ്റെപ്പാണ് നമ്മൾ വേറൊരാൾക്ക് ചെയ്തു കൊടുത്താൽ ഉണ്ടാവുന്ന റിസൾട്ട്. കാരണം ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യണേക്കാൾ കൂടുതൽ ഇഫക്റ്റും റിസൾട്ടും വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാവും അല്ലേ.
നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ചെയ്ത് നമ്മൾ പതുക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുത്തിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ സംസാരിക്കാൻ പറ്റാണ്ടാവരുത്. നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് അമർത്തിയിട്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ മിനിമം 300 മുതൽ 500 രൂപ വരെ നമുക്ക് ഫേഷ്യലിന് വാങ്ങാം. ക്രീം മുഴുവൻ ഉപയോഗിച്ചു എല്ലാവരും? ഇല്ലല്ലോ, ബാക്കിയുണ്ട് ഇല്ലേ? ക്രീം ബാക്കിയില്ലേ? കാരണം നമ്മൾ ഈ ഭാഗത്തും ഇവിടേക്ക് ഒന്നും അപ്ലൈ ചെയ്തില്ല, അവിടെയും കൂടി അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ വരുമ്പോഴാണ് ആ ക്രീം മൊത്തം നമുക്ക് ആവശ്യം വരിക. ഇന്നിപ്പോ നമ്മൾ ഇത്രയും സമയം കൊണ്ടാ ചെയ്ത് മൊത്തം ഉപയോഗിച്ചിട്ടില്ല. മാക്സിമം പോയാൽ 2 ആൾക്ക്. കമ്പനി ഞാൻ പറഞ്ഞു, കമ്പനി ഇറക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, മൊത്തം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഇഷ്ടം മൂലം നമ്മൾ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെങ്കിലും ഒരാളുടെയും നമുക്ക് മിനിമം 300 മുതൽ 500 രൂപ വരെ വാങ്ങാം. ഒരു 10 കിറ്റ് ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വരുമാനം കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മിനിമം 5000 രൂപ കിട്ടില്ലേ ഒരാൾക്കാണ് ഇട്ട് കൊടുക്കണേന്ന് വെച്ചാലും. ഇനി ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ മുഖവും കഴുത്തും മാത്രമാണെങ്കിലാണ് ഞാൻ 500 രൂപ മേടിക്കുക. അല്ല, ഞാൻ ഇവിടം വരെ ഫേഷ്യൽ ചെയ്ത് ബാക്ക് വരെ ഫേഷ്യൽ ചെയ്ത് കൊടുത്താൽ മിനിമം ചാർജ് 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പുറത്താണെങ്കിൽ പാർലറിലാണെങ്കിൽ മിനിമം 1500 രൂപ വാങ്ങും ഇവിടം വരെയുള്ള ഫേഷ്യൽ ചെയ്യാനായിട്ട്. കിറ്റിന് എനിക്ക് പോയ കാശ് എത്രയാ? 149 രൂപ. ഞാൻ വാങ്ങുന്നത് എത്രയാ? മുഖവും കഴുത്തും മാത്രമാണെങ്കിൽ 500 രൂപ, അല്ല എങ്കിൽ 1000 പ്ലസ്. 10 പേർക്ക് ഒരു മാസം ചെയ്തു കൊടുത്താലുള്ള വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 പേർക്ക്, വെറും ഒരു മാസം ചെയ്തു കൊടുക്കുന്നത് 10 പേർക്ക്. നമ്മള് മുഖവും കഴുത്തും 800 രൂപ ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 300 മുതൽ 500 രൂപ എന്ന് പറഞ്ഞത്. അല്ലാതെ അതിലും കുറയ്ക്കരുത്. നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോൾ പേൾ ഫേഷ്യലാന്നും പറഞ്ഞ്, ഗോൾഡൻ ഫേഷ്യലാന്നും പറഞ്ഞ്, പപ്പായ ഫേഷ്യലാന്ന് പറഞ്ഞ് ചെയ്യുന്നതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും? ഇവർ ഉപയോഗിക്കുന്നത് എത്ര ക്രീമാന്ന് അറിഞ്ഞിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഈ ക്രീം ഇട്ട് മുഖത്ത് നമ്മുടെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഈ ക്രീം മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ടോ? ഇവിടെ നമ്മുടെയിലുള്ള ക്രീം നല്ല ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള, യാതൊരു തരത്തിലുള്ള കെമിക്കൽസും, ഹാർംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത നമ്മുടെ ഫേഷ്യൽ കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന റേറ്റ് 500 മുതൽ 1000 രൂപയാണ്. നന്നായിട്ട് ക്ലിക്ക് ആവണം ഉള്ളില്, റിസൾട്ട് നമുക്ക് മനസ്സിലാവണം. ഇനി ജസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ്, ഡെയിലി കെയർ സിറം, നൈറ്റ് സിറം, മുരിങ്ങ ക്രീം, സൺസ്ക്രീൻ, അതേപോലെ തന്നെ ബോഡി ലോഷൻ, മേക്കപ്പ് റിമൂവർ വൈപ്സ്. മേക്കപ്പ് റിമൂവർ വൈപ്സ് കൊറിയൻ ഫോർമുല അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മുഖത്ത് ഓയിലി സ്കിന്നുള്ള, മുഖത്ത് കുരുക്കളുള്ള, ചുളിവുകളുള്ള, പാടുകളുള്ള ആളുകൾ ദിവസവും ഒരു വൈപ്സ് എങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തുടച്ച്, കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തുടച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അത് മുഖത്ത്, അതായത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് മുഖത്ത് പിടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മുഖം കഴുകി നമ്മൾ നൈറ്റ് സിറം ഒക്കെ അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ മുഖത്ത് വരുന്ന വ്യത്യാസം നമുക്ക് കാണാം. ചുളിവുകൾ മാറുന്നത് കാണാം. ഇന്ന് ഇന്ത്യയിൽ മാർക്കറ്റിൽ കിട്ടുന്ന മേക്കപ്പ് റിമൂവർ വൈപ്സിൽ ഏറ്റവും മുന്തിയതാണ് നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈപ്സ്. ഇത് മുഴുവൻ 1926 ആണ് MRP. SP നമുക്ക് കിട്ടുന്നത് 1438 ആണ്. ഒരു കോമ്പോനുള്ള പ്രോഫിറ്റ് 488 രൂപയാണ്. MRP SP ഡിഫറൻസ് പറയുന്നത്. PV വേറെ ഉണ്ട് 861. ഒരു ഫേഷ്യൽ ചെയ്താൽ ഒരാൾക്ക് കൊടുക്കുന്ന കോംബോ ആ പറഞ്ഞത്. ഇത് കേസ് ഉള്ളവരാണെങ്കിൽ 632 വേറെയും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. MRPയും SPയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കാണിച്ചത്, 488 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് ഫേഷ്യലിനുള്ള റേറ്റും കോംബോന്റെ റേറ്റും കൂടിയിട്ട് നമുക്കൊരാളുടെ എത്ര രൂപ കിട്ടും? 500 രൂപയുടെ ഫേഷ്യൽ ആണെങ്കിൽ ഏകദേശം ഒരു 1000 രൂപ നമുക്ക് പ്രോഡക്റ്റ് കൊടുത്തതും ഫേഷ്യലും കൂടിയിട്ട് കിട്ടി. നമുക്ക് ചെലവായത് എത്രയായിരുന്നു? 149 രൂപയാന്നുള്ളത് ആലോചിക്കണം. ബാക്കി നമ്മൾ പ്രോഡക്ട്സ് കൊടുത്തു. 1000 രൂപയുടെയാണ് ഫേഷ്യൽ ചെയ്യുന്നതെങ്കിൽ 1000 പ്ലസ് കിട്ടുന്ന 600 400 രൂപ അത് വേറെ. ഒരു മാസം വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു ടെക്നിക്ക് മാത്രം പഠിച്ച് മിനിമം 10,000 മുതൽ 20,000, 30,000, 40,000 വരെ നമുക്ക് ഉണ്ടാക്കാം. ഏത് പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാം മേക്കപ്പ് റിമൂവർ വൈപ്സ്. ഏത് പ്രായമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഈ പറയുന്ന ഫേഷ്യൽ കിറ്റോ മേക്കപ്പ് റിമൂവർ വൈപ്സോ ക്രീമുകളുടെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. അല്ലാത്ത ആർക്കും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബിസിനസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്കോപ്പ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി ഏകദേശം അല്ലേ? ഏകദേശം ഡ്രൈ ആയില്ലേ എല്ലാവരുടെയും? പെട്ടെന്ന് ഡ്രൈ ആവും അത്. ഇപ്പൊ ജെമിനി മാമിനൊക്കെ ഡ്രൈ സ്കിന്നാണ്. ഇനി ഇതിൽ കൂടുതൽ വെക്കേണ്ട. എന്റെ നോർമൽ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെക്കുന്നില്ല.
ഓയിലി സ്കിന്നുള്ളവർക്ക് ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് 2 മിനിറ്റ് കൂടി വെക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ റിമൂവ് ചെയ്ത് കാണിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നേരെ ചെന്ന് മുഖം കഴുകരുത്. എന്ത് ചെയ്യണം? കൈ നനയ്ക്കുക. കൈ ഒന്ന് നനച്ച് എല്ലാ ഭാഗവും ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ച് ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഭാഗം ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ലൂസാക്കുക. എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്വയം കണ്ട് പേടിക്കരുത് കേട്ടോ. മുഖമൊക്കെ കണ്ടട്ടെ. കഴുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നേരെ ചെന്ന് മുഖം കഴുകി എടുക്കരുത്. ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടച്ചെടുത്തോളൂ. തുണി വെച്ച് കഴിഞ്ഞിട്ട് പതുക്കെ തുടച്ചെടുത്തു. നന്നായിട്ട് തുടച്ചെടുക്കുക. ആ സുന്ദരമായ തിളങ്ങുന്ന മുഖം ഒന്ന് നോക്കട്ടെ എല്ലാവരുടെയും. പതുക്കെ പതുക്കെ തുടച്ചെടുക്കുക. എല്ലാ ഭാഗത്തുനിന്നും തുടച്ച് എടുക്കുക. പാർലറിൽ ചെല്ലുമ്പോൾ ആ ഉദിക്കുന്ന ഒരു കളർ കിട്ടുന്നത് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ടാ. അവർ ബ്ലീച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളോട് ഫേഷ്യൽ ചെയ്യാനായിട്ട് പറയും. നമ്മളിവിടെ സ്കിൻ കെയർ കൊടുത്തത്, സ്കിന്നിന് വേണ്ട തെറാപ്പിയാണ് കൊടുത്തത്. നമ്മൾ മുഖത്തിന് ആ വേണ്ട ഇൻഗ്രീഡിയൻസ്, നറിഷ്മെന്റ് ഡെപ്തിൽ കൊടുത്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക ചെയ്തത്. ഇപ്പൊ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും, കാരണം ക്ലേ ഒക്കെ ഉള്ള കാരണം. നല്ല കണ്ടോ മുഖത്ത് വ്യത്യാസം. ജെമിനി മാം തൊടുമ്പോ എങ്ങനെയുണ്ട്? സോഫ്റ്റ്നെസ് അല്ലേ? സൂപ്പറായിട്ട്. ഇവിടുന്ന് കാണുമ്പോ വ്യത്യാസം അറിയുന്നുണ്ട്. കാരണം ആ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോ വല്ലാണ്ടൊരു പോഴ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വല്ലാണ്ടൊരു മാതിരി ഇരിക്കും. അത് മാറി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് സ്കിൻ നല്ല സോഫ്റ്റ് ആയി. ജാനകിയമ്മ 10 വയസ്സ് കുറഞ്ഞോ? അത് എന്നേ കുറഞ്ഞതാണ്. നമ്മൾ എന്തായാലും 20 വയസ്സുകാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമോ, ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം അല്ലേ? യെസ്. എല്ലാവരും വെട്ടി തിളങ്ങുന്നു എന്ന് മാത്രമല്ല, സ്കിൻ നല്ല സോഫ്റ്റ് ആയി തൊടുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട് അല്ലെ?
ഇത് വീഡിയോ യൂട്യൂബിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് നൈറ്റ് സിറം അപ്ലൈ ചെയ്ത ആളുകൾ ഇത് എന്തുകൊണ്ടാന്നുള്ളത് ആലോചിക്കില്ല, നേരെ എന്ത് ചെയ്യും, നൈറ്റ് സിറം അപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ 6ാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഇട്ട് കാണിക്കുകയാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇനി സൺസ്ക്രീൻ ഇടണ്ട, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല എങ്കിൽ, അല്ല രാത്രിയാണ് പോകുന്നതെങ്കിലും പണ്ടത്തെ പോലെയല്ല, ഇന്ന് ലൈറ്റ് ഒരുപാട് അടിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ആവശ്യമാണ്. ഇന്ന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, നൈറ്റ് സിറം എടുത്തോളൂ. ഇതാ നൈറ്റ് സിറം എടുക്കുക, നൈറ്റ് സിറം അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ സൺസ്ക്രീൻ ഇട്ട് കാണിക്കുകയാണ്. സൺസ്ക്രീൻ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് സൺസ്ക്രീൻ എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളത്. സ്കിൻ സെൻസിറ്റീവ് ആയി നമ്മുടെ ലെയർ പുറത്തേക്ക് വന്നു, അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നന്നായിട്ട് വേണം. ഇത് എപ്പോഴാണ്, കാലത്ത് നമ്മൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. യെസ് ദീപ മാം പറഞ്ഞോളൂ. നേഹമം, ഓ ഞാന് ഇപ്പം പുറത്തേക്ക് പോവാ, ലുലു മാളിൽ പോവാ. അപ്പൊ സൺസ്ക്രീൻ ഇട്ടോളൂ. സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ജസ്റ്റ് എന്തായാലും നമ്മൾ അതിലേക്ക് കടന്നു. സൺസ്ക്രീൻ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരും ഹെയർ റിമൂവ് ചെയ്തിട്ട് ഇരിക്കുന്നവരല്ല. പുരുഷന്മാരൊന്ന് കേൾക്കണേ. ഫേഷ്യൽ ചെയ്യാനിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ ഞാൻ ഷേവ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിക്കും. ചെയ്യരുത്. പിരികം ത്രെഡ് ചെയ്തതിന് ശേഷം ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾ ഷേവ് ചെയ്തോളൂ, പിരികം ത്രെഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഫേഷ്യൽ ചെയ്യണതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മുഖത്ത് രോമങ്ങളുള്ള സ്ത്രീകൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴേക്ക് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കാനേ പാടുള്ളൂ. ഇതൊന്നും മസാജ് ചെയ്യരുത്. അത്യാവശ്യത്തിന് മാത്രം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, വേണ്ടത് മാത്രം കൊടുത്തു. മുഖം എൻ്റെ റെഡിയായി. സ്കിന്നിന് ചുണ്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് ചെറിയ നമ്മുടെ ലെമൺ ഓയിലും കോക്കനട്ട് ഓയിലും ഷിയ ബട്ടറും വൈറ്റമിൻ ഇ ധാരാളമുള്ള എന്നാൽ പോലും നമുക്ക് ധാരാളം മതി അല്ലേ. മുഖം കണ്ടു ആ തിളക്കം വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ കിറ്റ് ഇതിലില്ലോന്ന് ഇതാണോ ചോദിച്ചത്? ഇത് നമുക്കില്ല, ഫേഷ്യൽ കിറ്റിൽ ഇതില്ല. ഇത് നൈറ്റ് സിറം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് നമ്മൾ മേടിക്കുന്നതാ. അപ്പൊ ഇത് വാങ്ങണം എന്നർത്ഥം. ഇത് കേട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇനി ഈ പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ വേണം. എന്തൊക്കെയായിരുന്നു? മേക്കപ്പ് റിമൂവർ വൈപ്സ് വേണം, ബോഡി ലോഷൻ, നമ്മുടെ കൈക്കും കാലും ഉള്ള ബോഡി ലോഷൻ വേണം, മുഖത്തിന് വേണ്ടിയിട്ട് ഗ്ലോ അപ്പ് വേണം, ഡെയിലി സിറം, നൈറ്റ് സിറം വേണം, മുരിങ്ങ ക്രീം വേണം, അതേപോലെ തന്നെ സൺസ്ക്രീൻ വേണം. ഇത്രയും മിനിമം നമ്മുടെ കയ്യിൽ വേണം. ഇനി അതിന്റെ മുകളിൽ പൗഡർ ഇടുക, സ്ട്രോക്ക് ക്രീം ഇടുക, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സ്കിൻ കെയറിന് ഇത്രയെങ്കിലും വേണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ സ്കിൻ കെയറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നുള്ളത്. ഓക്കെ, അപ്പോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ആരൊക്കെ ഫേഷ്യൽ ചെയ്തവർ ആരൊക്കെയായിരുന്നു? അതിനു മുമ്പ് ജെമിനി മാമിനെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്ത് കാണിക്കട്ടെ കേട്ടോ. ജെമിനി മാമിന്റെ മുഖം മാറിയത്. ജെമിനി മാം കണ്ണട വെച്ചൊന്ന് നോക്കട്ടെ എന്ന്, എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളത്. കണ്ടു മുഖം മൊത്തം തിളങ്ങണത് നല്ല രീതിയിൽ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, എനിക്ക് തന്നെ നല്ലതായിട്ട് എനിക്ക് ഞാൻ ഓർക്കാൻ ഈ പ്രോഡക്റ്റ് ഇത് വാങ്ങി ഇവിടെ വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ ചെയ്തില്ലല്ലോ എന്നോർത്തൊരു സങ്കടം. ഇപ്പൊ സങ്കടം മാറിയില്ലോ അല്ലെ? ആ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റിയല്ലോ. ശരിക്കും അറിയാൻ, എന്റെ ടച്ച് ചെയ്യുമ്പോഴേ എന്റെ ഡ്രൈ സ്കിൻ മേഡത്തിന് നന്നായിട്ട് അറിയാമല്ലോ. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സ്കിൻ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. തൊടുമ്പോ ടച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തരും നമുക്ക് കാണാം. അപ്പൊ ആരായിരുന്നു? ദിവ്യ മാം ചെയ്തതാണോ ഫേഷ്യല്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, വിനോദ് സർ ചെയ്തിട്ടുണ്ട്. വിനോദ് സാറിനെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യട്ടെ. വിനോദ് സർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ വിനോദ് സാറിനെ? ഓക്കെ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ ചെയ്യാം. സംസാരിച്ചോളൂ. യെസ് മാം, താങ്ക് യു. JRCM JQ-Sol വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും സ്മൂത്ത്. പുരുഷന്മാർക്ക് പറ്റുന്നതാണോ നമ്മുടെ ഫേഷ്യൽ കിറ്റ്? അതോ സ്ത്രീകൾക്ക് സൂപ്പർ ആണ് മാത്രമാണോ? മാം, സൂപ്പർ ആണ്, ഫാന്റാസ്റ്റിക്.
ഒന്നാമത് ഞാൻ മറ്റേ സിറം കാര്യങ്ങളും റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന ആളാണ്. ബട്ട് Okay. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത് ചെയ്യുന്നത്. Okay, great. താങ്ക് യു. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു മാം. താങ്ക് യു. Okay, thank you so much. Okay. ഒരുപാട് പേരുടെ ഈ കാണുന്ന ആളുകളുടെ മൊത്തം മുഖത്ത് നമുക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റുന്നുണ്ട്. സഞ്ജു. ആരെങ്കിലും ഈ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ആളുകളുടെ മുഖം ഇതേപോലെ തന്നെ ഒന്ന് സ്ക്രീൻ ഒന്ന് എന്താ പറയാ, പേര് കിട്ടണല്ലോ, എന്താ ഈശ്വരൻ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞായിരുന്നല്ലോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് അയക്കോ? ഫേഷ്യലൊക്കെ പറയാനായിട്ട് കിട്ടാണ്ട്. ഹാൻഡ് റൈസ് ചെയ്തവരെ കോഹോസ്റ്റ് ആക്കണോ? വേണ്ട, വേണ്ട. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും. എന്റെ ഇതില് കീബോർഡിൽ പറ്റുന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്, എന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, വാവ്, ഗ്രേറ്റ്. അപ്പൊ സമയം ഒരുപാടായിട്ടുണ്ട്, എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഫിസിക്കലി ഒന്ന് റേസ് ചെയ്ത് കാണിച്ചാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് വ്യത്യാസം? ഓക്കെ, ഗ്രേറ്റ് 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 ഗ്രേറ്റ്. വാവ്, എല്ലാവരെയും കാണാനായിട്ട് ഇതെന്തായാലും എന്താ പറയാ, വലിയൊരു കാര്യമാണ്. നമ്മൾ സ്ക്രീനിൽ തന്നെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് നമ്മൾ ഫേഷ്യൽ ചെയ്തത്. ഇന്ന് 700 സംതിങ് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകളിൽ കുറെ പേര് ഒരുമിച്ച് ഫേഷ്യൽ ചെയ്യാനായിട്ടിരുന്നു. മക്കളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഈ പഠിച്ചത് വീട്ടിലുള്ള ചെയ്യാത്ത ആരാണോ അവരുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഒന്നും കൂടി ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് വേറൊരാൾക്കും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിത് മറക്കാതെ നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നർത്ഥം. ഓക്കെ.